പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തില് തോമസ് പുന്നൂസ് വിൽസൺ തോമസ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. വിൽസൺ തോമസ്. വിൽസന്റെ അന്യഭാഷയെ പറ്റിയുള്ള ചോദ്യം വലിയ വിഷയമായിരിക്കുക. അന്യഭാഷ പറയുന്നവർക്ക് ഉത്തരവില്ലാതെ ആയിരിക്കുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവരുടെ കാൽ കീഴ് ചന്ദ്രനും അവരുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസ്വർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസ്വർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവരുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായ തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇതാണ് വായിക്കുന്ന ടെക്സ്റ്റ്, വെളിപ്പാട് പുസ്തകം. അപ്പൊ ഇവിടെ ഈ സ്ത്രീയുടെ സന്തതി, സ്ത്രീയെ, ഒരു സർപ്പം, ഇങ്ങനെ 3 ഇമേജുകളാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയൊരു തർക്ക വിഷയവും ചർച്ചാ വിഷയവും വിവാദ വിഷയവും ഒക്കെയാണ് വർഷങ്ങളായിട്ട്. ഇപ്പോഴും അതെ. കാരണം ഈ സ്ത്രീ ആരാണ്, ഈ സർപ്പം ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തർക്കമാണ്. അപ്പോ ഈ വെളിപ്പാട് പുസ്തകം പല രീതിയിൽ അതിനെ സമീപിക്കാം, അതിനെ പഠിക്കാം. അപ്പൊ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾക്ക് പൊതുവായി 4 രീതിയുണ്ട്. ഒന്ന് ഐഡിയലിസം, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ പ്രട്രിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ. മൂന്നാമത്തെ ഇന്റർപ്രിട്ടേഷൻ ഹിസ്റ്റോറിക് ഇന്റർപ്രിട്ടേഷൻ. 4-മത്തത് ഫ്യൂച്ചറിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ.
അപ്പൊ 4 രീതിയിലാണ് വെളിപ്പാട് പുസ്തകം പൊതുവെ ക്രൈസ്തവ സഭ കാണുന്നത്. നാല് രീതിയിൽ. അതിൽ ഒന്നാമത്തത് ഐഡിയലിസമാണ്, ഐഡിയലിസ്റ്റിക് അപ്രോച്ച്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു സംഘർഷം, അതിന്റെ ഇമേജുകൾ അത് എല്ലാ കാലത്തുമുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അതിനെ ഒന്നിനെ ആക്ഷരിക അർത്ഥത്തിൽ എടുക്കുന്നില്ല, നത്തിങ് ലിറ്ററൽ, ഒന്നും ആക്ഷരിക അർത്ഥത്തിൽ എടുക്കുന്നില്ല. അതാണ് ഐഡിയലിസം, ഐഡിയലിസ്റ്റിക് വ്യൂ. 2 പ്രട്രിസമാണ്. പ്രട്രിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഒന്നും ഇനി നടക്കാനുള്ളതല്ല. വിൽസൺ, ചില വാക്കുകൾക്ക് മലയാളം വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മലയാളം ദീർഘപീഠം എന്ന് പറയേണ്ടി വരും. വാച്ച് എന്ന് പറഞ്ഞാൽ ഹസ്തഘടികാരം. സൈക്കിള് ദ്വിചക്ര ദ്രുതഗമന ശകടം, അങ്ങനെയൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മേത്തരമായിട്ടുള്ള എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. നമ്മുടെ ES തോമസ് അച്ചാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മലയാളം പറയും, കാരണം അതായത് ഈ പുസ്തക തർജ്ജമയൊക്കെ ഏർപ്പെടുന്ന ആളാണ്. അപ്പൊ എനിക്ക് മലയാളം അത്രയ്ക്ക് പിടിയില്ല. അപ്പൊ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തത് പ്രട്രിസമാണ്. പ്രട്രിസത്തിന് ഇങ്ങനെ ഭവിതവാദം എന്നൊക്കെ പറയാം. അതൊക്കെ ഇംഗ്ലീഷിനേക്കാൾ കട്ടിയുള്ള വാക്കുകളാണ്. ഭവിതവാദം. അപ്പൊ ഭവിതവാദം അല്ലെ പ്രട്രിസം എന്ന് പറഞ്ഞാൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു, AD 70 സംഭവിച്ചു കഴിഞ്ഞതാണ് എന്നുള്ളതാണ് പ്രട്രിസം, പ്രട്രിസ്റ്റിക് വ്യൂ. AD 70 എല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുന്നു. പിന്നെയുള്ളത് ഫ്യൂച്ചറിസമാണ്. ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. ഭാവിയിൽ. അപ്പൊ ഭാവിയെ സംബന്ധിച്ചാണ് ഭാവിയെ കേന്ദ്രീകരിച്ച് ഈ സംഭവങ്ങളെല്ലാം നടക്കും എന്നുള്ളതാണ് ഫ്യൂച്ചറിസം. ഹിസ്റ്റോറിസിസം, ഹിസ്റ്റോറിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിലുള്ള സഭയെ സംബന്ധിച്ച് ഇപ്പൊ 7 കാലഘട്ടമായിട്ട് തിരിക്കും. അപ്പൊ സഭാ കാലഘട്ടം, അപ്പോ ഫിലഡൽഫിയൻ കാലഘട്ടം, എഫേസോസ് കാലഘട്ടം, സ്മിർണ കാലഘട്ടം, അങ്ങനെ പറഞ്ഞ് ഇതിപ്പോ ലെവോദിക്കൻ കാലഘട്ടം, അങ്ങനെയുള്ള ഒരു സ്റ്റഡി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിവിധ കാലഘട്ടങ്ങളായിട്ട് ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ 4 ഇന്റർപ്രിട്ടേഷൻ ആണുള്ളത്. ഒന്നാമത്തത് ഐഡിയലിസം, രണ്ടാമത്തെ പ്രട്രിസം, മൂന്നാമത്തെ ഹിസ്റ്റോറിസിസം, നാലാമത്തെ ഫ്യൂച്ചറിസം. അപ്പോ മാർട്ടിൻ തിറോത്ത്, മുഹമ്മദ് ഈസ, ജോൺ ജിം, ജിനു ജീവൻ, ബിനു ഡേവിഡ്, സെമീന അഷ്റഫ്, കുര്യൻ ഷിബു, അലക്സ് മുല്ലുവിള, ഷാജി സാമുവേൽ, വിൽസൺ തോമസ്, ജിജോ യോഹന്നാൻ, ബ്ലസ്ബിൻ MK, ദിലീപ് വർഗീസ്, ജോജി ഐസക്, ജോളി ഫിലിപ്പ്, ഗ്രേസൺ സണ്ണി, സാം മാത്യു കളപ്പരക്കൽ, എഡ്വിൻ ബാലഗോപാലൻ, ക്രിസ് ആൻസൺ, ബോൾഡ്രിൻ മൈക്കിൾ. There are so many friends. Thank you for watching. Thank you for joining. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 12 പറ്റി ചിന്തിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12 പറ്റി ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുന്ന 4 രീതികളെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. 4 രീതികൾ. അപ്പോ ഒന്നാമത്തത് ഐഡിയലിസമാണ്, രണ്ടാമത്തത് പ്രട്രിസമാണ്, മൂന്നാമത്തത് ഹിസ്റ്റോറിസിസമാണ്, നാലാമത്തത് ഫ്യൂച്ചറിസമാണ്. അപ്പൊ 4 രീതിയിലാണ് വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്. ഇപ്പൊ ഒത്തിരി പേർക്കും പ്രശ്നമുണ്ട്. വെളിപ്പാട് പുസ്തകം അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കൺഫ്യൂഷനാണ്, ആകെപ്പാട പ്രശ്നമാണ്. ഇത് അങ്ങനെ പ്രശ്നമല്ല, ഇതിന്റെ അപ്രോച്ചാണ്. 4 അപ്രോച്ചാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇയാൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്. പിന്നെ ഇത് സ്ട്രിക്ട്ലി ഈ സ്കൂളുകളിൽ ആരും നിൽക്കുന്നില്ലെന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പ്രട്രിസത്തിൽ നിൽക്കുന്നവര് തന്നെ പ്രട്രിസം ഫുള്ളായിട്ട് പ്രട്രിസല്ല. പ്രട്രിസ്റ്റുകാരൻ ചെയ്യും ചില ഏരിയ വരുമ്പോൾ ഐഡിയലിസ്റ്റിക് വ്യൂയിലേക്ക് പോകും. അപ്പം ഐഡിയലിസവും പ്രട്രിസവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സാണ്, ഒരു കോമ്പൗണ്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഹിസ്റ്റോറിസിസത്തിൽ നിൽക്കുന്നവര് ഹിസ്റ്റോറിസിസവും ഐഡിയലിസവും കൂടെ മിക്സ് ചെയ്യും ചിലപ്പം. അപ്പൊ ഹിസ്റ്റോറിക് ഐഡിയലിസ്റ്റിക് വ്യൂ ഉണ്ട്. അപ്പൊ ഈ 4 ഗ്രൂപ്പുകാരും സ്ട്രിക്റ്റ് ആയിട്ട് അതിൽ നിൽക്കാതെ ഇപ്പൊ തന്നെ ഫ്യൂച്ചറിസ്റ്റുകൾ
ഈ ഫ്യൂച്ചറിസ്റ്റുകളായിട്ട് വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക് വ്യൂവിൽ ബ്ലെൻഡ് ചെയ്യും ചിലപ്പം. കാരണം അതുകൊണ്ടാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂക്കാരുടെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ അവർ തന്നെ ചിലപ്പോൾ പറയും ഇത് ലവോദിക്കൻ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇത് ലവോദിക്കൻ കാലഘട്ടമാണല്ലോ എന്ന് പറയുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന വ്യാഖ്യാന ശൈലി ചാരിത്രിക വ്യാഖ്യാനമാണ്, ഹിസ്റ്റോറിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. ഹിസ്റ്റോറിക് ഇന്റർപ്രിട്ടേഷൻ ആണ്, പിന്നെ അവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവരതിനെ ബ്ലെൻഡ് ചെയ്യാണ്. ഫ്യൂച്ചറിസം പറയുന്നതിനിടയ്ക്ക് തന്നെ അവർ ഹിസ്റ്റോറിസിസത്തിലേക്ക് കയറി പിടിക്കും. എന്നിട്ട് അവർ പറയും ഇത് ലവോദിക്കൻ കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 4 വ്യാഖ്യാന രീതികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഇവാഞ്ചലിക്കൽ വിഭാഗം, അഥവാ ഇപ്പോഴത്തെ ബ്രദറൻ പെന്തക്കോസ് അങ്ങനെയുള്ള ആ വിഭാഗം ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണ്. ഏറ്റവും കൂടുതൽ പുസ്തകം വിൽക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രസംഗം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ പരിഭ്രമിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണ്. ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവില് 50 വ്യാഖ്യാനമുണ്ട് വെളിപ്പാട് പുസ്തകത്തിന്. 50. പ്രട്രിസിറ്റി ഒന്നേ ഉള്ളൂ, ഐഡിയലിസം ഒന്നേ ഉള്ളൂ, ഹിസ്റ്റോറിസിസം ഒന്നേ ഉള്ളൂ. പക്ഷെ ഫ്യൂച്ചറിസത്തിനകത്ത് വരുമ്പോൾ 50 വ്യാഖ്യാനമുണ്ട്. പിന്നെ മറ്റേ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ബ്ലെൻഡ് ചെയ്ത് വേറെ ഫ്യൂഷൻസ് ഉണ്ട്. അതായത് അതും ഇതുകൂടെ മിക്സ് ചെയ്ത് അതിനെക്കുറിച്ചെല്ലാം പറയും. ഫ്യൂച്ചറിസത്തിനകത്ത് തന്നെ, ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിനകത്ത് തന്നെ ആ സ്കൂളിൽ തന്നെ 50 ഒപ്പീനിയൻ, 50 വ്യൂ ഉണ്ട് വേറെ. അതിൽ തന്നെ വെളിപ്പാട് പുസ്തകം 12 ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ള ഭാഗത്തിന് 24 വ്യാഖ്യാനമുണ്ട്. 24 വ്യാഖ്യാനം. ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്നുള്ളതിന് 24 വ്യാഖ്യാനം. സ്ത്രീ ആരാണ്, കുട്ടി ആരാണ് എന്നൊക്കെ ഉള്ളതിന് 24 വ്യാഖ്യാനങ്ങളുണ്ട്. ഈ 24 വ്യാഖ്യാനങ്ങളിൽ പകുതിയോളം വ്യാഖ്യാനങ്ങളിൽ ഈ കുട്ടി യേശു ആണെന്ന് എഗ്രി യുനാനിമസ്ലി, ഏകകണ്ഠമായിട്ട് അത് യേശു ആണെന്ന് അംഗീകരിക്കുന്നു. ആ ആൺകുട്ടി യേശു അല്ലെന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, യേശു ആണെന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ അതിന് പ്രാമുഖ്യം യേശു ആണെന്നുള്ളതിനാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഈ വ്യാഖ്യാനങ്ങൾ, ഇതിനകത്തെ 3 വ്യാഖ്യാനങ്ങൾ പൊതുവെ പ്രബലമായിട്ടിരിക്കുന്നു. ഒന്ന്, ഈ സ്ത്രീ പഴയ നിയമ ഇസ്രായേലാണ് എന്നുള്ള ഒരു വാദമുണ്ട്. 2, പുതിയ നിയമ സഭയാണ് എന്നുള്ള വാദമുണ്ട്. 3, യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യകമറിയമാണ് എന്നുള്ള ഒരു വാദമുണ്ട്. 4വതായിട്ട് കഴിഞ്ഞ വർഷം തൊട്ട് രംഗത്തുള്ള ഒരു വാദമാണ് ഇത് കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്, അതായത് ആകാശത്തിൽ അടയാളം കണ്ടതുകൊണ്ട് ഇത് രാശി ചിഹ്നങ്ങളാണ്. അതായത് വിർഗോയും ലിയോയും ഒക്കെ ചേർന്ന് രാശി ചിഹ്നങ്ങൾ. അതുകൊണ്ട് ദക്ഷിണാർത്ഥ ഗോളത്തിൽ 6 നക്ഷത്രങ്ങളും ഉത്തരാർത്ഥ ഗോളത്തിൽ 6 നക്ഷത്രങ്ങളുമായിട്ട് നിൽക്കുന്ന ആ 12 നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള ആകാശത്തിലെ അടയാളം അത് നക്ഷത്രത്തിനകത്താണ്. അതുകൊണ്ട് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം കോൺസ്റ്റലേഷന്റെ വയർ ഭാഗത്തൂടെ പാസ് ചെയ്യുന്നതായിട്ട് 2017 സെപ്റ്റംബറിൽ അത് സംഭവിച്ചു. അപ്പം അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വാദം അനുസരിച്ച് കഴിഞ്ഞ വർഷം, അതായത് 2017 സെപ്റ്റംബർ 23 വെളിപ്പാട് പുസ്തകം 12 കഴിഞ്ഞു, പാസ് ചെയ്തു. ഇങ്ങനെ 4 വാദമുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആശങ്കാകുലരാക്കുന്നതും ഉത്കണ്ഠാകുലരാക്കുന്നതും. ഇതെന്തോ ഒരു മാന്ത്രിക പൂട്ടിട്ട് ഭാവിയെ പറ്റി ഒരു പുസ്തകം ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ള വിധത്തിൽ അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വായിക്കുക. ഇത് കണ്ട് പേടിച്ച് ഉറക്കം പോയ ആളുകളൊക്കെ ഉണ്ട്, അങ്ങനെ ഭയപ്പെടുക. അപ്പൊ എന്തിനാണ് ഈ പുസ്തകം നൽകപ്പെട്ടത്? ഇപ്പൊ ഇന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ആ ഒരു വ്യൂവിലേക്ക് പോകുന്നില്ല. തൽക്കാലം നമ്മൾ അവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാൻ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നു. അപ്പൊ ആ സ്ത്രീ ആരാണ്? സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരാൺകുട്ടിയെ അവൾ പ്രസവിച്ചു. ഇതാണ് വിഷയം. സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരാൺകുട്ടിയെ ഈ സ്ത്രീ പ്രസവിച്ചു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അവിടെ വായിക്കാണ്, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്ന യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. നിങ്ങൾ വഴിയിൽ നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. അപ്പൊ സങ്കീർത്തനം 2 നമ്മൾ ഇത് വായിക്കുന്നത്. ഞാൻ സ്കിപ്പ് ചെയ്താ വായിച്ചത്, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ഇരുമ്പുകോൽ കൊണ്ട് ജനതകളെ മേയിക്കും എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഞാൻ പറഞ്ഞ പോലെ വ്യാഖ്യാനങ്ങളിൽ ഭൂരിപക്ഷം വ്യാഖ്യാനക്കാരും ഈ ആൺകുട്ടി യേശുവാണെന്ന് എഗ്രി ചെയ്യുന്നുണ്ട്. കുറച്ച് വ്യാഖ്യാനക്കാരല്ല, റംനന്റ് ആണ്, ഫ്യൂച്ചർ ചർച്ചാണ്, അങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ വേറെയുണ്ട്. യേശു ആണ് ഈ ആൺകുട്ടി എന്ന് എഗ്രി ചെയ്യുന്നവർ. സാത്താനാണ് ഈ ഡ്രാഗൺ അല്ലെങ്കിൽ ഈ മഹാസ്വർപ്പം സാത്താനാണ് എന്നും എഗ്രി ചെയ്യുന്നവർ. സ്ത്രീയുടെ കാര്യം വരുമ്പോൾ കൺഫ്യൂഷനിലാവും. സ്ത്രീ ആരാണ്? അവിടെ വലിയ തർക്കമാണ്. അപ്പൊ യേശുവിനെ പ്രസവിച്ച സ്ത്രീ ആരാണ് എന്നുള്ളതിൽ പ്രൊട്ടസ്റ്റന്റ് ലോകം വലിയ ആശയക്കുഴപ്പത്തിലാണ്. യേശുവിനെ പ്രസവിച്ച സ്ത്രീ ആരാണ് എന്നുള്ളതിൽ പ്രൊട്ടസ്റ്റന്റ് ലോകം ആശയക്കുഴപ്പത്തിലാണ്. നിങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുക, പ്രസംഗങ്ങൾ വായിക്കുക, ചർച്ചകൾ നോക്കുക, എല്ലാം നിരീക്ഷിക്കുക. ഓൾ ആർ കൺഫ്യൂസ്ഡ്. ജനിച്ച ആൺകുട്ടി യേശുവാണെന്ന് എഗ്രി ചെയ്യാം, പക്ഷേ പ്രസവിച്ച സ്ത്രീ ആരാണെന്നുള്ളതിൽ വലിയ കൺഫ്യൂഷൻ. നമ്മൾ ഈ അവസാനത്തെ പുസ്തകം, ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. അവിടെ 3 പേരെ കാണുന്നു. ഒരു സ്ത്രീയെ കാണുന്നു, ആ സ്ത്രീയുടെ സന്തതിയെ കാണുന്നു, ഒരു സർപ്പത്തെ കാണുന്നു. ഇതിനോട് സമാനമായ ഒരു കാഴ്ച ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാം, ഒരു സർപ്പത്തെ കാണാം, അവളുടെ സന്തതിയെ കാണാം. അവിടെയാണ് ഉൽപ്പത്തി 3:15 ദൈവമായ കർത്താവ് പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അതിനെ പ്രോട്ടോ ഏവങ്കേലിയോൻ എന്നാണ് പറയുന്നത്. പ്രോട്ടോ ഏവങ്കേലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ പ്രാഗ്രൂപമാണ്. പ്രഥമ സുവിശേഷം, ആദ്യത്തെ സുവിശേഷം. അപ്പൊ ആദ്യത്തെ സുവിശേഷം ഏദൻ തോട്ടത്തിലാണ് മുഴങ്ങുന്നത്. ആദ്യത്തെ സുവിശേഷം അരുളി ചെയ്തത് ദൈവമായ കർത്താവാണ്. ദൈവമായ കർത്താവ് പറയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. The seed of woman shall bruise the head of serpent. ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇതാണ് പ്രോമിസ്. അപ്പൊ ഹൗവ ആണ് സ്ത്രീ. ഹൗവ പ്രതീക്ഷിക്കുകയാണ് ഹൗവയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അതുകൊണ്ട് ഹൗവയ്ക്ക് ആദ്യത്തെ പുരുഷ പ്രജ ജനിച്ചു, കായീൻ. അപ്പൊ അതുകൊണ്ട് ഹൗവ കായീൻ എന്ന് പേരിട്ടു. കായീൻ എന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രോമിസ്ഡ് സൺ, സർപ്പത്തിന്റെ തലയെ തകർക്കാനുള്ള സന്തതിയെ ലഭിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് കയീൻ എന്ന് പേര് തന്നെ ഇട്ടത്. പക്ഷേ അവൻ സർപ്പത്തിന്റെ തലയല്ല, അനിയന്റെ തലയാണ് തകർത്തത്. ഹാവേലിന്റെ തലയാണ് തകർത്തത്. അത് വേറെ വിഷയം. അപ്പൊ പ്രോമിസ് അവിടെ നിൽക്കുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പൊ ആ പിക്ചറിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്ത്രീയുണ്ട്, സ്ത്രീയുടെ സന്തതിയുണ്ട്, സർപ്പമുണ്ട്. വെളിപ്പാട് പുസ്തകം 12 വരുമ്പോ സ്ത്രീയുണ്ട്, സ്ത്രീയുടെ സന്തതിയുണ്ട്, സർപ്പമുണ്ട്. ഈ ഇത്രയും കൃത്യമായിട്ട് ബൈബിളിൽ പാരലായിട്ട് ഈ 2 കാര്യങ്ങളെ കാണുകയാണ്. അപ്പൊ നമ്മൾ അതെല്ലാം അംഗീകരിച്ചിട്ടാണ് പറയുന്നത് ഈ സ്ത്രീ ആരാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, when time had fully come, God sent his son under the law, born of a woman. കാലം അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനെ നിയമത്തിന് കീഴിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ അപ്പൊ ആരാണ് ആ സ്ത്രീ? പിന്നെയും കൺഫ്യൂഷനാണ്. ഇതാർക്കും അറിയത്തില്ല ആരാ സ്ത്രീ. ടോട്ടലി കൺഫ്യൂസിങ്. വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ബൈബിൾ ഒരു കാര്യം പറയുമ്പോൾ
നമുക്കത് മനസ്സിലാകുന്നില്ല, ആരായിരിക്കും? അപ്പൊ യേശു ജനിച്ചത് ഏത് സ്ത്രീയിൽ നിന്നാണ്? യേശു ജനിച്ചത് യൂയാക്കീമിന്റെയും ഹന്നായുടെയും മകളായ മറിയത്തിൽ നിന്നാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് വൈമനസ്യമാണ്. പ്രൊട്ടസ്റ്റന്റ് ലോകത്തിന് അത് അംഗീകരിക്കാൻ വൈമനസ്യമാണ്. എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ വൈമനസ്യം? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് നമ്മുടെ ഈ ബൈബിളിലുള്ളതാണ്. ഈ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതിങ്ങനെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഇല്ല. ഒറിജിനൽ സ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും എന്ത്? നമ്മൾ രണ്ടുപേരും ഇവിടെ അതിഥികളാണെന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് അവരുടെ ആ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്? അപ്പൊ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ്. പ്രൊട്ടസ്റ്റന്റ് കുതന്ത്രമാണ് ബൈബിളിൽ അങ്ങനെ തിരുത്തിയത്, തിരുവെഴുത്തിനെ തിരുത്തിയത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇന്ന് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യേ, ഗൂഗിളിൽ പോയിട്ട് ചെക്ക് ചെയ്യേ. ഇതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ അങ്ങനെ തമ്മിൽ എന്നൊരു വാക്കില്ല, അങ്ങനെ തമ്മിൽ നിന്നില്ല. ഇപ്പൊ ഇവിടെ പറയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എനിക്കും നിനക്കും തമ്മിൽ എന്തെന്നല്ല. അപ്പൊ എനിക്കും നിനക്കും എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മള് യേശു തന്റെ അമ്മയെ വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. ഇവിടെയാണ് വ്യാഖ്യാനങ്ങൾ ആരംഭിക്കുന്നത്. വ്യാഖ്യാനങ്ങൾ ഞാനൊരു പ്രാവശ്യം ഈ വ്യാഖ്യാനം കേട്ടതാണ്. ഞങ്ങളുടെ നാട്ടില് കണ്ടെത്തി പണിയാൻ വരുന്ന ഒരു സ്ത്രീ, അവിടെയുള്ള ഒരു വീട്ടിലെ ഒരു പുള്ളിക്കാരത്തെ വിളിച്ച് ഇങ്ങനെ സുവിശേഷം പറയാം. എന്നിട്ട് ഈ വാക്യം പറഞ്ഞു കൊടുക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് കണ്ടോ, തമ്മിൽ അവർ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. അത് തന്നെയല്ല, സ്ത്രീയെ എന്നാണ് വിളിച്ചത്, മമ്മി മമ്മി എന്നല്ലല്ലോ വിളിച്ചത്. ഇതാണ് നമ്മുടെ വ്യാഖ്യാനം. അപ്പൊ അമ്മ ഒരു ബഹുമാനമില്ലായിരുന്നു. മമ്മി എനിക്ക് പാല് തന്നു, ഞാൻ വലുതായി എന്നൊന്നും യേശു പറഞ്ഞില്ലല്ലോ. എടീ, സ്ത്രീയെ എന്നാണ് വിളിച്ചത്. യേശു ആരാണെന്ന് മറിയയ്ക്കും മറിയമാരാണെന്ന് യേശുവിനും അറിയാം. താനാരാണെന്ന് മറിയത്തിനും അറിയാം. അപ്പോ ഉൽപ്പത്തി പുസ്തകം 3:15 പ്രോമിസ് ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞപ്പോ സന്തതി മാത്രമാണ് പ്രോമിസ്ഡ് എന്നാണ് ഹൗവ വിചാരിച്ചത്. എ പ്രോമിസ്ഡ് സൺ ഈസ് കമ്മിങ്. ആ പ്രോമിസ്ഡ് സൺ മാത്രമല്ല, പ്രോമിസ്ഡ് വുമണുമുണ്ട്. ഇതിപ്പോ ഹൗവ ഓർത്ത അവളായിരിക്കും സ്ത്രീ എന്ന്. അവളല്ല സ്ത്രീ. അപ്പൊ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന ആ വാഗ്ദാനത്തിൽ, ആ പ്രവചനം ഒരു സ്ത്രീയെ സംബന്ധിച്ചും കൂടിയാണ്, സന്തതിയെ സംബന്ധിച്ച് മാത്രമല്ല. അതുകൊണ്ട് ഉൽപ്പത്തി 3:15 മുൻകുറിക്കപ്പെട്ട, മുന്നറിയിക്കപ്പെട്ട, മുൻ പ്രഖ്യാപിക്കപ്പെട്ട ആ സ്ത്രീയാണ് ഈ സ്ത്രീ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3:15 ഏദന്റെ പറുദീസായിൽ അരുളി ചെയ്തവൻ തന്നെയാണ് ഈ കാനാവിലെ കല്യാണ വീട്ടിൽ നിൽക്കുന്നത്. അവൻ പിന്നെ ഈ മറ്റെന്താ വിളിക്കേണ്ടത്? അവൻ ആദ്യമായി പറഞ്ഞത് സ്ത്രീ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ വന്നിച്ച് പറയുന്നത് സ്ത്രീയെ. സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഉൽപ്പത്തി 3:15 ആ അരുളപ്പാടാണ്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ടാണ് യേശു സ്ത്രീയെ എന്ന് വിളിച്ചത്. അത് പ്രവചനത്തിന്റെ നിവൃത്തിയാ, അല്ലാതെ ബന്ധമില്ലാഞ്ഞിട്ടല്ല, ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, കരുതലില്ലാഞ്ഞിട്ടോ ആദരവില്ലാഞ്ഞിട്ടോ അല്ല. അത് പ്രവചനമാണ്, പ്രാവചനികമായിട്ടാണ് സംസാരിക്കുന്നത്. 2 തവണയാണ് നമ്മളത് കാണുന്നത്. 2 തവണ.
യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം, 26-ാം വാക്യം. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പം യോഹന്നാൻ നിൽക്കുകയാണ് അവിടെ. അപ്പൊ അവിടെ പിന്നെ വിളിക്കുകയാണ് സ്ത്രീയെ എന്ന് പറഞ്ഞാൽ, ഇത് ഉൽപ്പത്തി പുസ്തകം 3:15 അരുളി ചെയ്യപ്പെട്ട സ്ത്രീയാണ്. അതുകൊണ്ടാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ സ്ത്രീ എന്ന് വിളിക്കുകയാണ്. ആ സ്ത്രീ തന്നെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 12 കാണുന്നത്, സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീ. സൂര്യനെ അണിഞ്ഞു നിൽക്കുന്നു. നമുക്ക് ഈ രക്ഷാകര ചരിത്രത്തിൽ, രക്ഷാകര പദ്ധതിയിൽ മറിയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നില്ല. രക്ഷാകര പദ്ധതിയിൽ സ്വർഗം ഭൂമിയെ ചുംബിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗം ആദ്യമായി ആലോചന ചോദിക്കുന്ന മറിയത്തിന്റെ അടുത്താണ്. മറിയത്തിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. കണ്ടോ, അടുത്ത തർജിമ പശ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കണ്ടോ, അങ്ങനെയല്ല, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. അങ്ങനെ ആ ദൂതൻ പറഞ്ഞേ. അങ്ങനെ ഒറിജിനൽ സ്ക്രിപ്റ്റില്. ഇത് പ്രൊട്ടസ്റ്റന്റ് കുതന്ത്രമാണ് ഈ തർജിമ. പ്രൊട്ടസ്റ്റന്റുകാർ എഴുതി വെച്ചിരിക്കുകയാണ്, കൃപ ലഭിച്ചവളെ. കൃപ ലഭിച്ച എത്രയോ പേർക്ക് കൃപ ലഭിച്ചു, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൃപ ലഭിച്ചു. അതിനു മുമ്പ് എത്രയോ പേർക്ക് കൃപ ലഭിച്ചു. അടുത്തത് 29-ാം വാക്യം, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ഇവൾ ആരാ? യഹൂദ സ്ത്രീയാണ്, തിരുവെഴുത്തുകളെ അറിയാവുന്ന ആളാണ്. കൃപ ലഭിച്ചവളെ എന്നാണ് വന്ദനമെങ്കിൽ ഭ്രമിക്കത്തില്ല. ദാറ്റ് ഈസ് നോർമൽ. ദാറ്റ് ഈസ് നോർമൽ, വെരി നോർമൽ. കാരണം ദൈവത്തിന്റെ കൃപ എത്ര പേർക്ക് ലഭിക്കുന്നു? കൃപ ലഭിച്ചവളെ എന്നായിരുന്നു ദൂതൻ പറഞ്ഞിരുന്നെങ്കിൽ മറിയ ഭ്രമിക്കത്തില്ല. എന്നാൽ ദൂതൻ പറഞ്ഞത് കൃപ നിറഞ്ഞവളെ എന്നാണ്. കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചതിനാണ് മറിയം ഭ്രമിച്ചത്. ഇതാണ് ഏത് ക്രൈമിനകത്തും ഒരു അടയാളം ശേഷിക്കും. ഏത് ക്രൈമിനകത്തും ഇത് വലിയൊരു ക്രൈമാണ്. തിരുവെഴുത്തിനെ തിരുത്തിരിക്കുക. കൃപ ലഭിച്ചവളെ എന്ന് പറയുമ്പോൾ അടുത്ത വാക്യം പൊരുത്തപ്പെടുന്നില്ല. അത് കേട്ടാൽ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ ആരോടില്ല, നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഭ്രമിക്കത്തില്ല. എന്നോട് ആരും പറഞ്ഞാൽ ഞാനും ഭ്രമിക്കത്തില്ല. കാരണം നമുക്ക് കൃപ ലഭിച്ചു. പക്ഷെ ഒരാൾ വന്ന് അല്ലെങ്കിൽ ഒരു ദൂതം വന്ന് എന്നോട് പറയാം, നീ കൃപ നിറഞ്ഞവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുങ്ങിപ്പോവും. ഇതെന്തൊരു കാര്യമാണ്. കാരണം അതങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആ അഡ്രസ്സിങ്, ആ ഗ്രീറ്റിങ്, കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അടുത്തത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. 7 കാര്യങ്ങൾ ദൂതൻ മറിയത്തോട് പറയുകയാണ്. 7 കാര്യങ്ങൾ. 1, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. 2, അവൻ യേശു എന്ന് പേർ വിളിക്കണം. 3, അവൻ വലിയവനാകും. 4, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 5, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. 6, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. 7, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഫുൾ സ്കീം ഓഫ് റിഡംഷൻ, രക്ഷാകര പദ്ധതിയുടെ ടോട്ടൽ കാര്യങ്ങൾ 7 വാചകങ്ങളിൽ ദൂതൻ മറിയത്തോട് പറയുകയാണ്. കംപ്ലീറ്റ്. ഇങ്ങനെ വെളിപ്പെടുത്തിയ ഒരാള് ബൈബിളിൽ ഇല്ല. ബൈബിളില് വേറൊരു വ്യക്തിക്കും ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈസ് ആയിട്ട് മൊത്തം സ്കീം ഓഫ് റിഡംഷൻ ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് 7 കാര്യങ്ങൾ. അത് നിങ്ങൾ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? 7 കാര്യങ്ങൾ മറിയത്തോട് പറയാണ്.
നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. എറ്റേണിറ്റി വരെ പറഞ്ഞു കഴിഞ്ഞു. മറ്റാർക്കും ഇങ്ങനെ റിവീൽ ചെയ്ത് കിട്ടിയിട്ടില്ല. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. സ്വർഗത്തിന്റെ ആ സ്കീമിനോട് മറിയ എഗ്രി ചെയ്യാം. ഇത് നമ്മൾ അവിടെയാ കാണുന്നത്. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു. സക്കറിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ചുമ്മാ അങ്ങ് പറയല്ല, എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ ദൈവത്തിന്റെ മാതാവ്, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ട്വിസ്റ്റിങ് സംഭവിച്ചത്. അപ്പൊ എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ ഈ മറിയത്തിന്റെ സ്ഥാനം കർത്താവിന്റെ അമ്മ, ഇത് ആദിമസഭയിൽ വലിയ വിഷയം ഉണ്ടായതാ. യേശുവിന്റെ ദൈവത്വം എന്ന വിഷയം, യേശുവിന്റെ ദൈവത്വം എന്ന വിഷയം തർക്കവിഷയമായപ്പോ യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു. ഇപ്പൊ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ഇതിലെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ വലിയ തർക്കങ്ങൾ സഭയിലുണ്ടായിരുന്നു. ആ തർക്കങ്ങൾക്കെല്ലാം അവസാനം വരുത്തുവാനാണ് കൗൺസിലുകൾ കൂടിയത്. അപ്പം ഒന്നാമത്തെ കൗൺസിൽ നിക്കിയയിലായിരുന്നു, രണ്ടാമത്തെ കൗൺസിൽ കോൺസ്റ്റാന്റിനോപ്പിൾ, മൂന്നാമത്തെ കൗൺസിൽ എഫേസോസ്. 3 പൊതു സുന്നകദോസുകൾ, 3 കൗൺസിലുകൾ. അപ്പൊ ആദ്യത്തെ ആ 3 കൗൺസിലുകളിൽ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാക്കി. മൂന്നാമത്തെ കൗൺസിലാണ് ക്രിസ്റ്റോളജിക്ക് അവസാന രൂപം വരുന്നത്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആദ്യത്തെ കൗൺസിലുകളിലും അതിന്റെ കാനൂനുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തതെന്നും എന്തൊക്കെയാണ് തീരുമാനിച്ചതും എങ്ങനെയാണ് ആ തീരുമാനങ്ങളിലേക്ക് വന്നത്. അപ്പോൾ അപ്പൊ നെസ്തോറിയൻ എന്ന് പറയുന്ന ആൾ എഴുന്നേറ്റ് യേശുവിന് ഒരു ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വാദിച്ചപ്പോഴാണ് എഫേസോസ് കൗൺസിൽ കൂടുന്നത്. അലക്സാണ്ട്രിയയിലെ സിറിലാണ് ആ കൗൺസിൽ വിളിച്ചു കൂട്ടാൻ ഉത്സാഹിച്ചത്. അപ്പൊ നെസ്തോറിനും സിറിലും തമ്മിലുള്ള എഴുത്തുകുത്തുകളുണ്ട്. നെസ്തോറിന്റെ ലെറ്റർ, അതിന് സിറിൽ കൊടുത്ത മറുപടി, പിന്നെ സിറിലിന്റെ ലെറ്ററിന് നെസ്തോറിൻ കൊടുത്ത മറുപടി, പിന്നെ അവിടെ നടന്ന ഡിസ്കഷനുകൾ. അപ്പൊ അവസാനം എഫേസോസ് സുന്നകദോസ് അർത്ഥശങ്കക്കിടയില്ലാതെ സഭയുടെ പൊതുവിശ്വാസമായി പ്രഖ്യാപിച്ചു, മറിയം സംശയം കൂടാതെ തിയോട്ടോക്കോസ് ആകുന്നു. തിയോട്ടോക്കോസ്, അതാണ് മറിയത്തിന് സഭ കൊടുത്ത ടൈറ്റിൽ. ഇത് ഏത് സഭ കൊടുത്തു, ആരാടാ കൊടുത്തത് എന്നൊക്കെ വേണം ചോദിക്കാം. ആരാടാ അത്? അതൊക്കെ ചോദിക്കുമ്പം ഈ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പോലെ ഇരിക്കും. കൊടുത്തത് പെന്തക്കോസുകാരല്ല, ബ്രദറുകാരുമല്ല. കൊടുത്ത ആദിമസഭയാണ്. ആദിമസഭ എന്ന് പറഞ്ഞാൽ അവിഭക്ത സഭ.
ചർച്ചിന്റെ ഹിസ്റ്ററി പഠിക്കുക. ചർച്ചിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എഫേസോസ് സുന്നോദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള സുന്നോദോസ് ആണ്. അത് കഴിഞ്ഞാണ് ബൈബിളൊക്കെ വരുന്നത്. അപ്പോൾ ആ സുന്നോദോസ് കൂടി അവരെ പ്രഖ്യാപിച്ചു മറിയം തിയോട്ടോക്കോസ് ആണ്. മറിയം തിയോട്ടോക്കോസ് ആണ് ആദിമ സഭ. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വെറുതെ പറയുന്ന. അതാണ് ഹിസ്റ്ററി. ഈ ചർച്ചിന്റെ ഹിസ്റ്ററിയില് മറിയത്തെ യോഹന്നാൻ കൈക്കൊണ്ടു. മറിയത്തെ യോഹന്നാൻ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അതൊരു വ്യക്തി കൈക്കൊണ്ടു, ഒരു വ്യക്തിയോട് പറഞ്ഞു. യോഹന്നാൻ പിന്നീട് സഞ്ചരിച്ച സ്ഥലത്തെല്ലാം മറിയത്തെ കൊണ്ടാണ് സഞ്ചരിച്ചത്. ഇപ്പൊ ഈ 20-ാം നൂറ്റാണ്ടിലിരുന്ന് വേദപുസ്തകം വായിച്ചിട്ട് ആളുകള് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു. ഈ നമ്മുടെ ES തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓൺലൈൻ സ്നേഹിതനാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ സമയം ഏറ്റവും കുറഞ്ഞൊരു 8 മക്കളിൽ മറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇയാളല്ലേ പോയി അവിടെ പ്രസവം എടുത്ത്. അപ്പം 8 മക്കളും മറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 8 പേരും കള്ളു കുടിച്ച് ഓടെ കിടക്കായിരുന്നു മനസ്സിലാക്കാം. കാരണം യേശു യോഹന്നാനെ ഏൽപ്പിച്ചു. അത് യഹൂദ പതിവാണ്. കാരണം മൂത്ത മകനാണ് മാതാവിന്റെ സംരക്ഷണ ചുമതലയുള്ളത്. മൂത്ത മകൻ മരിക്കുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് എൽഡസ്റ്റ് സൺ അത് ഏറ്റെടുക്കും. അതാണ് അതിന്റെ കഷ്ടം. അതുകൊണ്ട് മറ്റൊരു മകനുണ്ടെങ്കിൽ അവിടെ യോഹന്നാനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നാച്ചുറലി നെക്സ്റ്റ് സൺ ടേക്ക് ഓവർ ചെയ്തോളൂ. അതാണ് യഹൂദന്മാരുടെ കഷ്ടം. അങ്ങനെ അപ്പനെ അമ്മയെ നോക്കാൻ കഴിയാത്തവന്മാരാണ് ഖുർബാൻ എന്ന് പറയുന്നത്. അതിനെ യേശു വിമർശിക്കുന്നുണ്ട് ഖുർബാൻ എന്ന് പറയുന്നതിന്. കാരണം ഖുർബാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അപ്പനും അമ്മയുണ്ട്. ഈ ഇപ്പോഴത്തെ ഫാഷൻ ആളുകൾക്ക് അപ്പനെ അമ്മയെ നോക്കാൻ കഴിയത്തില്ല. അപ്പൊ അപ്പനെ അമ്മയെ നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു പരിപാടി ചെയ്താൽ മതി. ഈ ദൈവാലയത്തിൽ ചെന്നിട്ട് ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് അപ്പനെ അമ്മയെ നോക്കാൻ സൗകര്യമില്ല എന്നാ അതിന്റെ അർത്ഥം. പക്ഷെ അങ്ങനെയല്ല. ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന്റെയും അമ്മയുടെയും അവകാശം ഞാൻ ദൈവാലയത്തിന് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ നാടൻ ഭാഷ ഇത്രയേ ഉള്ളൂ. ഈ അപ്പനും അമ്മയും കൂടെ താമസിക്കുക വൃദ്ധരാ. ഒരു 2-3 അലുമിനിയം പാത്രവും ഒരു കരിക്കലും പിന്നെ ഒരു ചെമ്പും ഒരു ഉരുളിയും ഒരു വാർപ്പും പിന്നെ അവർ കിടക്കുന്ന ഒരു കട്ടിലും അതൊക്കെ കാണും ആകപ്പാടെ. അപ്പൊ ഇതെല്ലാം അവർ ചത്താൽ എനിക്കൊന്നും വേണ്ടെന്ന. അപ്പം ദൈവാലയത്തിലെ പ്രീസ്റ്റ് പൗരോഹിത്യം എക്സംഷൻ കൊടുക്കുകയാണ്. യു ആർ എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അപ്പനെ അമ്മയെ നോക്കണ്ട, നിനക്ക് ഒഴിവുണ്ട്. ഇതൊന്നും ഒറിജിനലി ദൈവവചന പ്രകാരമുള്ളതല്ല. ഇതെല്ലാം റാബിനിക് ജൂതായിസം. അതായത് യേശുക്രിസ്തുവിന്റെ കാലത്ത് വന്ന ജൂതായിസമാണ് റാബിനിക് ജൂതായിസം. അത് തെറ്റാണ്, ബൈബിളുമായിട്ട് ബന്ധമില്ലായിരുന്നു. റാബിനിക് ജൂതായിസം ഒത്തിരി നിയമങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നു. അതിനെതിരായിട്ടാണ് യേശു സംസാരിച്ചത്. അത് ഈ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷമാണ് റാബിനിക് ജൂതായിസം ഉണ്ടാകുന്നത്. അപ്പൊ ഈ റാബിനിക് ജൂതായിസം പൗരോഹിത്യത്തിന്റെ ഒരു ഇരുണ്ട മുഖമാണ് കാണിക്കുന്നത്, ക്രൂരമായ മുഖം. അതുകൊണ്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. വാഗ്ദാനത്വത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് നീ ദീർഘായുസോടുകൂടി ഇരിക്കേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പൊ യേശു ഇവിടെ ദീർഘായുസോടെ അല്ല, നിത്യരാജാവായിട്ടിരിക്കാൻ പോവാ. നിത്യരാജാവായിട്ടിരിക്കാൻ പോവാ. ആ നിത്യരാജാവായിട്ടിരിക്കാൻ പോകുന്ന നിത്യതയെ പുൽകാൻ പോവാ. കാരണം ഇപ്പം മരിക്കുകയാണ്. മരിച്ചിട്ട് മരണത്തെ ജയിച്ചിട്ട് എഴുന്നേറ്റ് എങ്ങോട്ടാ പോകുന്നത്? നിത്യതയിലേക്ക് പോവുകയാണ്. പക്ഷെ ആദ്യത്തെ പ്രോമിസോടുകൂടി ആദ്യത്തെ കൽപ്പനയാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. കുരിശി കിടക്കുമ്പം ഈ അമ്മയെ ബഹുമാനിക്കാതെ എങ്ങനെയാ പിന്നെ വചനപ്രകാരം നിത്യതയിലേക്ക് പോകുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഇതാ നിന്റെ അമ്മ. അപ്പൊ ഞാനീ പറഞ്ഞത് ഖുർബാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഈ പൗരോഹിത്യം പറയും നീ ഇനി അപ്പനെ അമ്മയെ നോക്കണ്ട. അപ്പൊ അപ്പനെ അമ്മയും വെള്ളം കിട്ടാൻ അവിടെ കിടന്ന് ചാവും. ചത്ത് കഴിയുമ്പോ എന്ത് ചെയ്യും? ചത്ത് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ അലുമിനിയം പാത്രത്തിനും ആ കട്ടിലിന്റെ കീഴിൽ ഇരിക്കുന്ന ഉരുളിക്കൊന്നും ഈ മകന് അവകാശമില്ല. അത് ആർക്ക് കിട്ടും? ഈ അച്ഛന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതനെ എന്ന് എടുത്തോണ്ട് പോവാ. എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കൽ ഒരു വിൻ പരിപാടിയാണ്. രണ്ടുപേർക്കും നേട്ടമാണ്. ഇവൻ അപ്പനെ അമ്മയെ നോക്കുകയും വേണ്ട. അവർ ചത്തു കഴിഞ്ഞാൽ അവരുടെ മിച്ചമുള്ള ജംഗമ വസ്തുക്കളൊക്കെ ഈ പുരോഹിതന് എടുത്തോണ്ട് പോവുകയും ചെയ്യാം. ആ ഒരു പരിപാടിയാണ്. അതാണ് ഖുർബാൻ എന്ന് പറയുന്നത്. അതിന് യേശു വിമർശിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത മകനുണ്ടെങ്കിൽ അങ്ങനെ ഖുർബാൻ പറയേണ്ടി വരത്തില്ല. അപ്പൊ ഏക മകനാണ് ഇത് പറയുന്നത്. അപ്പൊ യേശു ഖുർബാൻ പറഞ്ഞില്ല. അവിടെ വേറെ മക്കളില്ലായിരുന്നു. യേശുവിന്റെ അമ്മ. അപ്പോ അവിടെ എഴുതിയിരിക്കണം യോഹന്നാൻ എന്ന് പേരില്ല, സ്നേഹിച്ച മകൻ, സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതെന്തിനാണ്? അയ്യോ ഒത്തിരി പേര് പറയുന്നത് ആ വാക്യം
യോഹന്നാന് മാത്രമുള്ള വാക്യമാണ്. അത് ശരി. അവൻ ബൈബിളിലെ വാക്യങ്ങളൊക്കെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സകല പെന്തക്കോസുകാർ ചുമന്നുകൊണ്ട് നടക്കുന്ന വാക്യം ആരോട് പറഞ്ഞ? നിന്നോട് പറഞ്ഞോ? എടാ, എല്ലാ മതിലേലും ഒക്കെ എഴുതി വെക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നോട് പറഞ്ഞോ? അത് ലാസറിന്റെ പെങ്ങളോട് പറഞ്ഞല്ലേ? ലാസറിന്റെ പെങ്ങളോട് പറഞ്ഞ കാര്യം എങ്ങനെയാ നിനക്ക് ബാധിക്കുന്നത്? അപ്പം യേശുവിന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചെന്ന് ബൈബിള് പറയുന്നില്ല. യോഹന്നാൻ പരിശുദ്ധാത്മ പ്രേരിതനായിട്ട് എഴുതിയപ്പോൾ പറയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പൊ യേശു സ്നേഹിച്ച ശിഷ്യൻ ആരാണോ അവൻ യേശുവിന്റെ അമ്മയെ കൈക്കൊള്ളും. അപ്പൊ യേശുവിന്റെ അമ്മയെ കൈക്കൊള്ളാത്ത ആരും യേശു സ്നേഹിച്ച ശിഷ്യനല്ല. അപ്പൊ മാർത്തയോടും മറിയോടും പറഞ്ഞ വാക്യവും സക്കായിയോട് പറഞ്ഞ വാക്യവും അതെല്ലാം നമുക്ക് ബാധക. ബർത്തിമായി കുരുടനായ തർമ്മക്കാരനോട് പറഞ്ഞ ഭിക്ഷക്കാരനോട് പറഞ്ഞ വാക്യമൊക്കെ നമുക്കുള്ളതാണ്. പക്ഷേ കുരിശിൽ കടന്നുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞ വാക്യം നമുക്കുള്ളതല്ല. പക്ഷെ ആദിമസഭ അതങ്ങനെയല്ല എടുത്തത്. ആദിമസഭ സഭയുടെ മാതാവായിട്ട് തന്നെ മറിയത്തെ അക്സെപ്റ്റ് ചെയ്തു. യോഹന്നാൻ പിന്നീട് സഞ്ചരിച്ചിടത്തെല്ലാം മറിയത്തെ കൊണ്ടുപോയി. യോഹന്നാൻ പിന്നീട് എഫേസോസിൽ പോയി. എഫേസോസിലോട്ട് മറിയത്തെ കൊണ്ടുപോയി. മറിയവും യോഹന്നാനുമായിട്ട് പോകുന്ന വഴിക്ക് വലിയൊരു കൊടുങ്കാറ്റുണ്ടാവുകയും ഈ ആത്തോസിൽ ഇപ്പൊ ഇരിക്കുന്ന ആശ്രമമൊക്കെ അവിടെയാണ്. ആ ആത്തോസിന്റെ അവിടെ വെച്ച് ആ കൊടുങ്കാറ്റ് ശമിക്കപ്പെടുകയൊക്കെ ചെയ്ത് വലിയ സംഭവമാണ്. ആ ചരിത്രം മറ്റൊരു ദിവസം മറിയോ യോഹന്നാനുമായിട്ടുള്ള യാത്രയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നീട് മറിയം എഫേസോസിലാണ്, മറിയത്തിന്റെ പേരിലാണ് ആദ്യത്തെ പള്ളി ക്രിസ്തീയ ദേവാലയം ഉണ്ടാകുന്നത്. അത് AD 160 മറിയത്തിന്റെ പേരാണ് ആ പള്ളിക്ക് ഇട്ടതൊക്കെ. അങ്ങനെ ചർച്ച് ഹോണർ ചെയ്തു. മറിയം മരിച്ചതിന് ശേഷം മറിയത്തിന്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പൊ ഇത് കേൾക്കുമ്പോഴേക്കോ എന്തൊരു ദുരുപദേശമാണ്, അല്ലെങ്കിൽ എന്തൊരു നുണയാണ്. ഇത് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിശുദ്ധ തോമാസ് ലീഹ അന്തരീക്ഷ മാർഗെ യെരുശലേമിലേക്ക് സംവഹിക്കപ്പെട്ടു, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലേക്ക്. ആ പുള്ളി എടുത്തോണ്ട് പോകുന്ന വഴിക്ക് ആകാശമധ്യയാണ് താൻ മറിയത്തിന്റെ സ്വർഗാരോഹണം കാണുന്നത്. അപ്പോൾ ഒരു അടയാളം, ഞാനിത് കണ്ടെന്നുള്ളതിന് ഞാൻ പറഞ്ഞ വിശ്വസിക്കൽ, ഒരു അടയാളം ചോദിച്ചപ്പോ മറിയത്തിന്റെ അരക്കെട്ട് ഈ തോമാസ് ലീഹയ്ക്ക് കൊടുത്തു. തോമാസ് ലീഹ ആ അരക്കെട്ട് കൊണ്ട് ശിഷ്യന്മാരെ കാണിച്ചപ്പോഴാണ് അവർ വിശ്വസിച്ചത്. പിന്നീട് ആ അരക്കെട്ട് ഹോംസിലെ പള്ളിയിൽ സൂക്ഷിക്കായിരുന്നു. ഇതെല്ലാം ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ ഇത്രയെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത്രയൊക്കെ നടന്നിട്ട് അതെല്ലാം കൊണ്ട് എഴുതി? ഇതെല്ലാം എഴുതപ്പെട്ടു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഏർലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പം ടോട്ടലി മിസ്റ്റിസിസത്തിലായിരുന്നു. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതുക്ക മുട്ടുകേക്കാണ്. വാതുക്ക മുട്ടുകേൾക്കുമ്പം ഈ രോധ എന്ന് പറയുന്ന വേലക്കാരത്തി വന്നിട്ട് അവൾ ദൂതൻ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ദൂതൻ എന്ന് പറഞ്ഞാൽ മലാഖ. ഈ മാലാഖമാരൊക്കെ മനുഷ്യരെ പോലെ ഇറങ്ങി നടന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒരു മാലാഖയെ കാണുന്നതോ ഒരു മരിച്ച ഒരാൾ ഉയർത്തുന്നതോ ഒരു അത്ഭുത രോഗശാന്തി ഒന്നും അവിടെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. നിത്യസംഭവങ്ങളായിരുന്നു. കാരണം ദിവസം പ്രതി അവർ കൊല്ലപ്പെടുകയാണ്. 9 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ ശിരസ് ഛേദിച്ചു കളഞ്ഞപ്പോൾ യേശുവിൽ വിശ്വസിച്ചതിനാണ്. ആ ശിരസ് താഴെ വീണ ഉടനെ ആ ശിരസ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. മുറിഞ്ഞു കിടന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ആ കുഞ്ഞിന്റെ അമ്മ വന്നപ്പം ഒരു ചുംബനം ആവശ്യപ്പെട്ടു. ആ അമ്മ ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ചപ്പോഴാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. അതിന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ജസ്റ്റിൻ എന്ന പേരുള്ള ഒരുപാട് പെന്തക്കോസുകാർ പിള്ളേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നെയിം എവിടുന്നാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിൻ എന്ന പേരുള്ളവർ സന്തോഷിക്കുക. 9 വയസ്സുള്ള രക്തസാക്ഷിയാണ്. ഇൻസ്റ്റന്റ്ലി ചർച്ചിന്റെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. സെന്റ് ജസ്റ്റിൻ. ഡെന്നീസ് എന്ന് പറയുന്ന വിശുദ്ധൻ.
ഡെന്നീസിന്റെ ശിരസ് ഛേദിച്ചു. ശിരസ് ഛേദിച്ചപ്പോൾ ശിരസ് താഴെ വീണു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ഉടല് കുനിഞ്ഞ് 2 കൈകൊണ്ടും തന്റെ ഛേദിക്കപ്പെട്ട ശിരസ് എടുത്തു. അതായത് തലയില്ലാത്ത ഉടല് ഈ ശിരസ് എടുത്ത് നീട്ടിപ്പിടിച്ചപ്പോൾ ഈ ശിരസ് അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. പിന്നീട് ഉടലില്ലാത്ത ശിരസ്, ഈ ശിരസില്ലാത്ത ഉടല് ഈ ശിരസും കൈപ്പിടിച്ച് 8 മൈൽ നടന്നു. 8 മൈൽ നടക്കുമ്പോൾ ഓൺ ദ വേയിൽ കണ്ട മുഴുവൻ പേരോടും സുവിശേഷം സംസാരിച്ച് 8 മൈൽ കഴിഞ്ഞാണ് വീണ് മരിക്കുന്നത്. അവിടെ ആ വിശുദ്ധനെ സംസ്കരിച്ചത്. അദ്ദേഹമാണ് സെന്റ് ഡെനീസ്. അദ്ദേഹം ഇന്ന് ഫ്രാൻസിന്റെ കാവൽ പിതാവാണ്. നമ്മുടെ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയുടെ കാവൽ പിതാവ് എന്ന് പറയുന്ന പോലെ ഫ്രാൻസിന്റെ കാവൽ പിതാവാണ് സെന്റ് ഡെനീസ്. AD 265 ഇത് സംഭവിച്ചത്. AD 265. അങ്ങനെ ശിരസറുക്കപ്പെട്ട ആളുകൾ സംസാരിച്ചുകൊണ്ട് നടന്ന റെക്കോർഡ് ചെയ്ത ഹിസ്റ്ററി തന്നെ 120 പേരുടെ ഉണ്ട്. റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒത്തിരി ഉണ്ട്. 120 പേരുടെ, അതായത് പേരും വർഷവും വെച്ച് റെക്കോർഡ് ചെയ്ത സംഭവങ്ങൾ 120 ഉണ്ട്. ഇതുപോലുള്ള അതിശയകരമായ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ കൊല്ലപ്പെടാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ആദ്യത്തെ 400 വർഷം കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ എണ്ണം ഏകദേശം 1.5 കോടി ആളുകളാണ്. അതായത് നീറോയുടെയും ഡൊമീഷ്യന്റെയും കാലത്ത് മാത്രം 50 ലക്ഷം പേര് കൊല്ലപ്പെട്ടു. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? നീറോയുടെയും ഡൊമീഷ്യന്റെയും കാലത്ത് മാത്രം 50 ലക്ഷം പേര്. രക്തം പുഴയായിട്ടൊഴുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കഴിഞ്ഞ പ്രളയത്തിന് എന്തുമാത്രം വെള്ളം വന്നോ അത്രയും രക്തം വന്നു. അതുപോലൊരു കാലഘട്ടത്തിലൂടെയാണ് ക്രിസ്തീയ സഭ ഇങ്ങോട്ട് പോരുന്നത്. അപ്പൊ ആ സമയത്ത് മാതാവ് ഉടലോടെ സ്വർഗത്തിലോട്ട് പോയെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അതുപോലത്തെ അത്ഭുതങ്ങൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ കൊല്ലപ്പെടുന്നതിന്റെ കാരണം അതാ. മരിക്കാൻ മണിയറയിലേക്ക് എന്ന പോലെ ജയിലറയിലേക്ക് അവർ ഓടിക്കയറുകയാണ്. പുഷ്പഹാരം എന്നതുപോലെ കൊലക്കാരനെ അവർ കഴുത്തിലണിയുകയാണ്. അവർക്ക് പ്രശ്നമല്ല. കാരണം മരിച്ചവർ തിരിച്ചു വന്ന് സംസാരിക്കുന്നു, മരിച്ചവർ എഴുന്നേറ്റ് നടക്കുന്നു, ശിരസർത്തവന്റെ ശിരസ് സംസാരിക്കുന്നു. ഈ രീതിയിൽ അതുകൊണ്ടാണ് ആദിമസഭ ഇങ്ങനെ പാടിയത്, മശിഹായെ കാൺമാൻ കാക്ഷിച്ചോരു സഹദർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി എന്ന് പറഞ്ഞാൽ അവരതുപോലെ രക്തസാക്ഷികളായ അതുകൊണ്ടാണ് മരിക്കാൻ തയ്യാറാകുകയാണ്. 40 പേരെ കഴുത്തൊപ്പം മഞ്ഞുവെള്ളത്തിൽ ഇറക്കി നിർത്തിയിരിക്കുക അതിശൈത്യമുള്ള സമയത്ത്. കരക്കിരുന്ന് പട്ടാളക്കാര് തീ കൂട്ടിയിട്ട് ഇറച്ചി ചുട്ടതും വീഞ്ഞും, ഇറച്ചി ചുട്ടതിൽ നിന്നും വീഞ്ഞു കുടിക്കുന്നു. തീക്കുണ്ടത്തിനരിയിൽ ഇരിക്കുകയാണ്. ഇവര് കഴുത്തൊപ്പം മഞ്ഞുവെള്ളത്തിൽ കൊടും ശൈത്യത്തിൽ കിടക്കുകയാണ്. ഇവരോട് പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞാൽ ഇഞ്ഞു കയറി വന്നാൽ ഇവിടെ വന്നിരിക്കാം, ദേഹം തുടയ്ക്കാം, തീ കായാം, വീഞ്ഞു കുടിക്കാം, ഇറച്ചി തിന്നാം. ഇതാണ് ഓഫർ. 40 പേരും മരിക്കാൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ പട്ടാളക്കാരിൽ ഒരുവൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അതിശയകരമായ ഒരു കാഴ്ച കണ്ടു. 40 സ്വർണ്ണ കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇദ്ദേഹം ഈ കാഴ്ച ഇങ്ങനെ ആനന്ദാതിരേകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഒരാളുടെ മനസ്സ് മാറി. ഒരാളുടെ മനസ്സ് മാറിയിട്ട് അയാൾ പയ്യെ കരയ്ക്ക് കയറി യേശുവിനെ തള്ളി പറയാം. കാരണം വീഞ്ഞ്, തീക്കുണ്ടം, ചുട്ട ഇറച്ചി. ആ പട്ടാളക്കാരൻ നോക്കിയപ്പം താഴോട്ട് ഇറങ്ങി വരുന്ന 40 കിരീടങ്ങളിൽ ഒരെണ്ണം പെട്ടെന്ന് തിരിച്ചു മുകളിലോട്ട് പോകുന്നു. അത് കണ്ടു ഈ പട്ടാളക്കാരൻ എന്ത് ചെയ്തു? എനിക്ക് യേശുവിനെ വേണം എന്ന് പറഞ്ഞ് ഓടി ഈ വെള്ളത്തിൽ ചാടി. അങ്ങനെ 40 സഹോദരന്മാരുടെ ഓർമ്മ സഭ ആചരിക്കുന്നു. ഇത് കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ചർച്ച്. ഇങ്ങനെയാണ് ചർച്ച് എസ്റ്റാബ്ലിഷ് ആയത്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അന്ന് മിസ്റ്റിസിസം ഉണ്ടായിരുന്നു. ആ മിസ്റ്റിസിസം പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നപ്പോ 1500 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു വേദപുസ്തകം മാത്രമേ കിട്ടിയുള്ളൂ. പാരമ്പര്യമൊന്നും കിട്ടിയില്ല. ഇത്രേ കിട്ടിയുള്ളൂ. ഇതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് പിന്നെ ഇത് വെച്ചുള്ള ഗവേഷണമാണ്. അപ്പൊ ആ മിസ്റ്റിക് ഫാക്ടർ കംപ്ലീറ്റ് പോയി. മിസ്റ്റിസിസം ഇല്ലാത്ത ക്രിസ്ത്യാനിറ്റി. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു, അത് മനസ്സിലാക്കാം. അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇത് യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാകുന്നു, ഇത് യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാകുന്നു എന്ന് പറഞ്ഞു. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. ചർച്ച് ഒരു കാലത്തും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല.
1500 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞത് ഓർമ്മയാണ്. കാരണം അവർക്ക് ആ മിസ്റ്റിക് ഫാക്ടർ മനസ്സിലാകുന്നില്ല. ഇത് കഠിനവാക്ക്. നിനക്കെങ്ങനെ നിന്റെ മാംസം ഞങ്ങൾക്ക് തരാൻ കഴിയും? നിനക്കെങ്ങനെ നിന്റെ രക്തം ഞങ്ങൾക്ക് കുടിപ്പാൻ തരാൻ കഴിയും? ഓ സോറി, ഞാൻ രക്തം എന്ന് ഉദ്ദേശിച്ച് രക്തമല്ല, രക്തം പോലെ അങ്ങനെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പോക്കോ, നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ നിൽക്കേ. ഞാൻ ഈ വാക്ക് ചേഞ്ച് ചെയ്യത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 6 വായിച്ചാൽ മതി. ഒരു മാറ്റവും ഇല്ല. ഇത് രക്തം എന്ന് പറഞ്ഞാൽ രക്തം, മാംസം എന്ന് പറഞ്ഞാൽ മാംസം. പക്ഷെ അത് മിസ്റ്റിസിസമാണ്. അത് മനസ്സിലാക്കണം. മിസ്റ്റിക് റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി. ആ മിസ്റ്റിക് റിലീജിയനായ ക്രിസ്ത്യാനിറ്റിയെ ഒരു മോഡേൺ റിലീജിയനാക്കി മാറ്റാനുള്ള പരിശ്രമം ഇപ്പം നടക്കുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് പെന്തക്കോസ് യുവജനങ്ങളുടെ പ്രവർത്തനം അതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. കേരളത്തിലെ യുക്തിവാദികളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് മിസ്റ്റിസിസം എടുത്തു മാറ്റുകയാണ്. ബാക്കിയെല്ലാം ഉണ്ട്. ഒരു മോഡേൺ റിലീജിയൻ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്രിസ്ത്യാനിറ്റിയുടെ പേര് വേണം, കൂട് വേണം, അവർക്ക് സാമൂഹിക അംഗീകാരം വേണം. പക്ഷെ ദൈവം പറ്റത്തില്ല, ദൈവവിശ്വാസം പറ്റത്തില്ല, യാതൊരു സ്പിരിച്വാലിറ്റിയും പറ്റത്തില്ല, മിസ്റ്റിക് ഫാക്ടേഴ്സും പറ്റത്തില്ല. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയൻ ഞങ്ങൾക്ക് വേണം, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അങ്ങനെ ഒരു റിലീജിയൻ വരും. ആ റിലീജിയൻ നയിക്കുന്നത് ഗൂഗിൾ ആയിരിക്കും. ഞാൻ കെട്ടുക എന്ന് പറയുന്നില്ല. ഗൂഗിളിന്റെ ഒരു റിലീജിയൻ വരും. ഗൂഗിൾ ചില വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾക്ക് ഈ ഗൂഗിൾ പരിചയം, അവരിടയ്ക്ക് ഗോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കി. അവരത് പിൻവലിച്ചു. ഗൂഗിൾ ഗോഡ് കുറച്ചാളുണ്ടായിരുന്നു. ആ ഗൂഗിൾ ഗോഡിനെ ഉണ്ടാക്കിയത് ഗൂഗിളിന് എല്ലാം അറിയാം. ഗോഡ് ഈസ് ഓംനിഷ്യൻ, ഗൂഗിൾ ഈസ് ഓംനിഷ്യൻ, സോ ഗൂഗിൾ ഈസ് ഗോഡ് എന്നുള്ളതാണ്. അപ്പൊ ഗൂഗിൾ ഗോഡാണ്. അവർ ആ ഗോഡിന് ഓഫറിംഗ് ഒക്കെ ഇടാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അത് വീണ്ടും പൂർണ്ണ പ്രാബല്യത്തോടെ തിരിച്ചു വരും. ഗൂഗിളിന്റെ ഒരു റിലീജിയൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ പെന്തക്കോസുകാർ മുഴുവൻ ആ ഗൂഗിൾ റിലീജിയന് ചേരും. ഈ പെന്തക്കോസുകാരെന്ന് ഞാൻ പറയുന്നത് ഒറിജിനൽ പെന്തക്കോസുകാർ, നല്ല പെന്തക്കോസുകാരൊന്നും അല്ല കേട്ടോ. ഈ ഇപ്പം യുക്തിവാദത്തിൽ പൊക്കോണ്ടിരിക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓശാന പാടുന്നവരും പിണറായി വിജയനെ ജയ് വിളിക്കുന്നവരും ആയിട്ടുള്ള പെന്തക്കോസുകാരെന്ന് പറയുന്ന അവന്മാരുണ്ട്. അവരുടെ കാര്യം പറഞ്ഞു, ദൈവവിശ്വാസമുള്ള ഈശ്വരവിശ്വാസികളുടെ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനിതെല്ലാം കെട്ടുകഥ പറയുന്നതല്ല, സത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ മിസ്റ്റിക് ഫാക്ടർ എടുത്തു മാറ്റിയാൽ, ഇന്ന് രാവിലെ നമ്മുടെ ബോൾഡ്രിൻ ബ്രദറുമായിട്ട് ഞാൻ സംസാരിച്ച ബോൾഡ്രിൻ പറയാൻ ഇത് ഇങ്ങനെ പറഞ്ഞോണ്ട് അതേ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ അത് മീനില്ല, ഇറച്ചിയില്ലാത്ത മീമുള്ളു പോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ദശയില്ലാത്ത മീമുള്ളു, മീനിന്റെ മുള്ളു പോലെ ഇരിക്കും. മുള്ളു മാത്രമേ ഉള്ളൂ, മീനില്ല. അപ്പൊ അങ്ങനെ ഇരിക്കും. അപ്പൊ ഏകദേശം അതുപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് മിസ്റ്റിസിസം ഇല്ല. മിസ്റ്റിക് ഫാക്ടർ കംപ്ലീറ്റ് മാറിയിട്ട് നമുക്ക് കുറെ യുക്തിവാദം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കണക്ഷൻ മുഴുവൻ പോയി. അപ്പൊ അങ്ങനെ വന്നിരിക്കുമ്പോ ആ ചർച്ചിന്റെ അങ്ങനെയുള്ള ഗ്രൂപ്പിലെ, ചർച്ച എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഡിനോമിനേഷനിൽ പെട്ട ആളുകൾ, അതിനെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, ആ ഡിനോമിനേഷനിൽ പെട്ട ആളുകൾ ചോദിക്കും, ഈ സ്ത്രീ ആരാണ്? സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആരാണ്? പോടാ എന്ന് പറയണം. നിന്റെ വ്യാഖ്യാനവും നിന്റെ ഒരു തർക്കവും നിന്റെ ഒരു സംശയവും. യേശുവിനെ പ്രസവിച്ച സ്ത്രീ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനാണ് തർക്കം. ഞാൻ പറഞ്ഞ 50 അഭിപ്രായമാണ് ഈ വിഷയത്തിൽ. 24 അഭിപ്രായമാണ്. അപ്പൊ സൂര്യനെ അണിഞ്ഞത് ആരാണ്? മഹാഭാഗ്യവതിയായ യേശുവിന്റെ അമ്മയായ മറിയം. അവൾ ഏറ്റവും ഉന്നതയായ സ്ത്രീയായി തീരും. കാരണം ജീവനുള്ളതിനൊക്കെ ഈ മാതാവായി ഹൗവ വന്നപ്പോ വീണ്ടും ജനിച്ചവർക്കൊക്കെ ഈ മാതാവായി മറിയ വരികയാണ്. ഒന്നാമത്തെ ആദമിൽ നിന്ന് ഒന്നാമത്തെ ഹൗവ ജനിച്ചപ്പോൾ രണ്ടാമത്തെ ആദാം രണ്ടാമത്തെ ഹൗവയിൽ നിന്ന് ജനിക്കുകയാണ്. ഒന്നാമത്തെ ഹൗവ നിമിത്തം താഴ്ചയും വീഴ്ചയും അപമാനവും പാപവും മനുഷ്യവർഗത്തിൽ വരുമ്പോ രണ്ടാമത്തെ ഹൗവയിലൂടെ നമുക്ക് ഉയർച്ചയും നന്മയും രക്ഷയും വരികയാണ്. ഒന്നാമത്തെ ഹൗവയിലൂടെ നമ്മളിലേക്ക് മരണം പ്രവഹിച്ചപ്പോൾ രണ്ടാമത്തെ ഹൗവയിൽ നിന്ന് നമുക്ക് ജീവൻ പ്രവഹിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഹൗവയും രണ്ടാമത്തെ ഹൗവയുമായിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ട് ചർച്ച് അവളെ സംശയം കൂടാതെ രണ്ടാം ഹൗവ എന്ന് വിളിച്ചു. All this happened before the introduction of this book.
ബിഫോർ കമ്പൈലിംഗ് ബൈബിൾ. അപ്പൊ നിങ്ങൾക്ക് ഇടർച്ചക്കല്ലായിട്ടിരിക്കുന്ന ബൈബിളാണ്. ബൈബിൾ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് അവളെ രണ്ടാം ഹൗവ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. അവൾ രണ്ടാം ഹൗവയാണ്. നമ്മളവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആദ്യത്തെ 11 അധ്യായങ്ങൾ ബ്രൈഡിന്റെ അധ്യായങ്ങളും അവസാനത്തെ 9 അധ്യായങ്ങൾ ബ്രൈഡ് ഗ്രൂമിന്റെ അധ്യായങ്ങളുമാണ്. ബ്രൈഡ് ഗ്രൂമിന്റെ അധ്യായമാണ് ആദ്യത്തെ, അവസാനത്തെ ബ്രൈഡിന്റെ അധ്യായങ്ങളാണ്. അപ്പൊ ആദ്യത്തെ 11 അധ്യായങ്ങൾ മണവാളന്റെ അധ്യായങ്ങളാണ്. അവസാനത്തെ 11 അധ്യായങ്ങൾ മണവാട്ടിയുടെ അധ്യായങ്ങളാണ്. അങ്ങനെ വായിക്കണം. 2 പെർസ്പെക്റ്റീവിലാണ് വെളിപ്പാട് പുസ്തകം. നിങ്ങൾക്ക് പഠിക്കുന്നവരുടെ എളുപ്പത്തിനാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്ക് വരുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ഇത് രണ്ടായിട്ട് തിരിക്കുമ്പോൾ നിങ്ങളുടെ പകുതി കൺഫ്യൂഷൻ മാറും. അതായത് ഒന്നാമത്തത് ബ്രൈഡ് ഗ്രൂം പെർസ്പെക്റ്റീവിലാണ് വായിക്കേണ്ടത്, രണ്ടാമത്തത് ബ്രൈഡ് പെർസ്പെക്റ്റീവ് വായിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബാധകളുടേതും ഉപദ്രവങ്ങളുടെ എല്ലാം കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടും ഈ ഇന്റർമിങ്കിൾ ചെയ്ത് കിടക്കുന്നതായിട്ടും ഓർഡർ അല്ലാതായിട്ടും തോന്നും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിന്റെ ഇൻട്രൊഡക്ഷനാണ്. ഈ അധ്യായം തിരിച്ചപ്പോ വെളിപ്പാട് പുസ്തകം 11:19 ഉണ്ട്. അവിടെ തൊട്ട് വേണം ഈ 12-ാം അധ്യായം തുടങ്ങാൻ. അതായത് നിങ്ങളുടെ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നോക്കുക. 12-ാം അധ്യായം സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 12-ാം അധ്യായം തുടങ്ങേണ്ടത്, അതായത് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് അതിന്റെ മുകളിൽ അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവിടെ തൊട്ടാ തുടങ്ങണ്ടേ. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. അപ്പോൾ നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നു. നിയമപ്പെട്ടകം പുതിയ നിയമസഭയായിട്ട് ബന്ധപ്പെട്ടല്ല, പഴയ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിയമപ്പെട്ടകം. നമുക്കറിയാം നിയമപ്പെട്ടകം എന്താണ്. നിയമപ്പെട്ടകം മോശ ഉണ്ടാക്കിയതാണ്. സാക്ഷ്യപ്പെട്ടകം എന്നും പറയും. ആ സാക്ഷ്യപ്പെട്ടകം മോശ ഉണ്ടാക്കിയതാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് 3 വസ്തുക്കളാണുള്ളത്. മണ്ണായിട്ട് വെച്ച പൊൻപാത്രം, അഹ്റോന്റെ തളിർത്ത വടി, നിയമങ്ങൾ എഴുതപ്പെട്ട കൽപ്പലകകൾ. അങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. മോശ ചമച്ച സാക്ഷ്യപ്പെട്ടകം. ഈ മോശ ചമച്ച ഈ സാക്ഷ്യപ്പെട്ടകം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ 3 വാദങ്ങളാണുള്ളത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ആൻഡ് മേരി ദ മദർ ഓഫ് ജീസസ്. ഇത് 3 വരികയാണ്. അപ്പൊ ഇവിടെ ഈ സാക്ഷ്യപ്പെട്ടകം നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ നിയമപ്പെട്ടകം. ദൈവത്തിന്റെ നിയമപ്പെട്ടകം എന്ന് പറഞ്ഞാൽ അത് അടയാളമായിട്ട് വന്നാൽ ആ നിയമപ്പെട്ടകം യേശുവിന്റെ അമ്മ മറിയത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഈ അടുത്ത കാലത്ത് ആരും കണ്ടുപിടിച്ചതല്ല. ഇത് ഏർലി ചർച്ച് പറഞ്ഞതാണ്. ഏർലി ചർച്ച് സഭാപിതാക്കന്മാരുടെ മുഴുവൻ എഴുത്തുകളിലും മറിയത്തെ സാക്ഷ്യപ്പെട്ടകം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും ഒന്നും പേര് പറയുന്നില്ല. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞിട്ടുണ്ട്, അത്താനാസിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത്താനാസിയോസ് ആരാണെന്നുള്ള സംശയമുണ്ടെങ്കിൽ ത്രിയേകത്വ ദൈവ വിശ്വാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ നിക്കിയ സിനോദോസിൽ ഏറ്റവും പ്രബലമായിട്ട് എഴുന്നേറ്റ സഭാപിതാവായ അത്താനാസിയോസ് പുതിയ ബൈബിളിലെ 27 പുസ്തകങ്ങൾ കാനോനീകരണം എന്ന് പറഞ്ഞാൽ 6000 പുസ്തകങ്ങളിൽ നിന്ന് ഈ 27 പുസ്തകമാണ് സഭയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ തിരഞ്ഞെടുത്ത ആ ആളാണ് അത്താനാസിയോസ്. ആ അത്താനാസിയോസ് എഴുതിയിട്ടുണ്ട്, സംശയം കൂടാതെ ഈ മറിയം തന്നെയാണ് സാക്ഷ്യപ്പെട്ടതും. പിന്നെ എഴുതിയിരിക്കുന്നവര് ഗ്രിഗറി പറഞ്ഞിട്ടുണ്ട്, സിപ്രിയൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോകാലിപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോകാലിപ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്ക് ഇത് ആരാണെന്ന്? യോഹന്നാൻ സ്ലീഹായുടെ നേർ ശിഷ്യനായ പോളികാർപ്പസിന്റെ ശിഷ്യനാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം എഴുതിയ യോഹന്നാൻ സ്ലീഹ, യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യന്റെ ശിഷ്യൻ. നേരെ 2 തലമുറയെ മാറിയിട്ടുള്ളൂ. ആ സമയത്ത് അവർ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാനും മറ്റൊന്നിനാൽ വശീകരിക്കപ്പെടാനും സാധ്യതയില്ല. കാരണം ഏത് നിമിഷവും തല പോകാം, ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ വഞ്ചന നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകൾ മറിയത്തെ വെച്ച് കാശുണ്ടാക്കാനാണ്. അവർ മറിയത്തിന്റെ പടം വെച്ച് ഭണ്ണാരം വെച്ച് പൈസ ഒന്നും ഉണ്ടാക്കിയില്ല. അവരൊക്കെ മിക്കവാറും ഇത് എഴുതിയതിന്റെ പുറകെ തന്നെ തലയങ്ങ് പോകുമായിരുന്നു. അവർ സത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മറിയം സംശയം കൂടാതെ സാക്ഷ്യപ്പെട്ടകമാണ്. ആ സാക്ഷ്യപ്പെട്ടകം പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ദാവീദ് ആ സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പാകെ നൃത്തം ചെയ്യുന്നു. അതുപോലെ യേശുവിന്റെ അമ്മ മറിയ
എലിശബത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എലിശബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ എന്ത് ചെയ്യാണ്? നൃത്തം ചെയ്യാണ്. അതാ എലിശബത്ത് സാക്ഷ്യപ്പെടുത്താണ്, നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എന്റെ ഉദരത്തിൽ പിള്ള സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു, തുള്ളിച്ചാടി. പെട്ടകം 3 മാസമാണ് ഓബേദേദോമിന്റെ വീട്ടിൽ വെക്കുന്നത്. അതുപോലെ തന്നെ മറിയം, അവൾ 3 മാസം കൃത്യം എലിശബായുടെ വീട്ടിൽ താമസിച്ചു. അപ്പൊ ഈ വ്യാഖ്യാന രീതി എന്ന് പറയുമ്പോൾ ഇത് ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ മെത്തേഡാണ്. ആലിഗോറിക്കൽ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെ ഐഡിയലിസ്റ്റിക് വ്യൂ എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പൊ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ നോക്കുന്നു. അതുകൊണ്ടാണ് ചിലർ ഇതിനെ അങ്ങ് എതിർക്കുന്നത്. എല്ലാം നമ്മൾ ലിറ്ററലായിട്ട് വായിക്കണം. അപ്പൊ മറിയത്തെ സാക്ഷ്യപ്പെട്ടകമായിട്ട് ഏർലി ചർച്ച് പറഞ്ഞാണ്. ഇത് പുതുതായിട്ട് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ അടുത്ത കാലത്ത് മറ്റൊരാൾ പറഞ്ഞതോ അല്ല. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുകയാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വായിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. അപ്പോഴാണ് പറയുന്നത്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവരുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായി. ഇനി പ്രവചനം വായിക്കുമ്പോൾ നമ്മൾ സാധാരണ പത്ര റിപ്പോർട്ട് വായിക്കുന്ന പോലെയല്ല. അതിനകത്ത് പല കാര്യങ്ങൾ ഇഴപിരിഞ്ഞു വരും. ഉദാഹരണം, കാലഘട്ടം. ഒരു വാക്യത്തിൽ തന്നെ ഒരു ഭാഗം അതിന്റെ അടുത്ത ഭാഗമായിട്ട് ചിലപ്പോൾ 1000 വർഷത്തെ വ്യത്യാസം വരും. ഉദാഹരണം പറഞ്ഞാൽ, യെശയ്യാ പ്രവചനം നിങ്ങൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു യെശയ്യാ പ്രവചനം ഉദ്ധരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷവും അവന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടത്. അപ്പൊ യേശു വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷം മാത്രമേ വായിക്കുന്നുള്ളൂ. ആ യെശയ്യാ പ്രവചനത്തിന്റെ പ്രതികാര ദിവസം വായിക്കുന്നില്ല. കാരണം പ്രസാദ വർഷമാണ് അപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ പ്രവചനത്തിനകത്ത് ഇതിങ്ങനെ ഇഴപിരിഞ്ഞു വരും. യെശയ്യാ പ്രവചനത്തില് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആ ഒരു പ്രവചനമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അൽമ എന്നാണ്. അൽമ എന്ന് പറഞ്ഞാൽ യുവതി എന്നേ ഉള്ളൂ. യുവതി ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രവാചകി ഗർഭിണിയാകുന്ന കാര്യം, ആ പ്രവാചകിക്ക് ഒരു ആൺമകൻ ഉണ്ടാകും. അപ്പൊ അടയാളം എന്താണ്? അടയാളം മകനാണ്. അത് അതിന്റെ താൽക്കാലിക നിവൃത്തിയാണ്. ആ പ്രവചനത്തിന്റെ പെർഫെക്റ്റ് നിവൃത്തി വരുമ്പോ കന്യക ഗർഭം ധരിച്ചു. അപ്പൊ അടയാളം എന്താണ്? അടയാളം മകനേക്കാൾ ഉപരി കന്യകയാണ് അടയാളമായിട്ട് വരുന്നത്. അപ്പൊ ഒരു പ്രവചനത്തിന്റെ 2 നിവൃത്തിയാണ്, ഡബിൾ ഫുൾഫിൽമെന്റ് ആണ്. അപ്പൊ അതുപോലെ പ്രവചനങ്ങൾ ഇഴപിരിഞ്ഞാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് മറിയമാണ് ആ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. എന്നാൽ അതേസമയം തന്നെ ആ പ്രവചനത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ കുറച്ചു ഭാഗങ്ങൾ യേശുക്രിസ്തുവിന്റെ സഭയായിട്ടും പുതിയ നിയമസഭയായിട്ടും കുറച്ചു ഭാഗങ്ങൾ റംനന്റ് ഇസ്രായേലായിട്ട്, ഫെയ്ത്ത്ഫുൾ ഇസ്രായേലായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ചോദിച്ചാൽ, ആ സ്ത്രീയെ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അത് മറിയയും, അതിന്റെ വിപുലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് റംനന്റ് ഇസ്രായേലും റംനന്റ് ചർച്ചുമാകാം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, മറിയം ഈ 2 ഗ്രൂപ്പിലും അംഗമാണ്. ഫെയ്ത്ത്ഫുൾ ഇസ്രായേലിലെ അംഗമായിരുന്നു മറിയ. അതുകൊണ്ടാണ് 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം, അതായത് ഒരു പ്രവാചകന്മാരും ഇസ്രായേലിൽ വരുന്നില്ല, ഇസ്രായേൽ വഷളത്തമായി, മരുന്നില്ലാത്ത രോഗങ്ങളാലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാലും അരാജകത്വം കൊടികുത്തി വാണ് അവർ യാതൊരു പ്രത്യാശയുമില്ലാത്തവരായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. 440 വർഷം നോ ഓറക്കിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അരുളപ്പാടില്ല. നോ പ്രോഫറ്റ്സ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാരില്ല. മിക്കവാറും പ്രവാചകന്മാർ എഴുന്നേക്കുമായിരുന്നു. 440 വർഷമായിട്ട് ഇസ്രായേലിൽ ഒരു പ്രവാചകനും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഇരുണ്ട കാലഘട്ടം, നിശബ്ദതയുടെ കാലഘട്ടം, ദ സൈലൻസ് ഇയേഴ്സ് എന്ന് പറയുന്നത്. സൈലൻസ് ഓഫ് ഹൂ? സൈലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് നിശബ്ദമായ ഒരു അരുളപ്പാടുമില്ല. അങ്ങനെ 440 വർഷത്തെ ആ നിശബ്ദതയുടെ നീണ്ട കാലഘട്ടത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിക്കുന്നത് ഈ മറിയത്തോടാണ്. സോ മേരി ബിലോങ് ടു ദ ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ. അവര് ദൈവത്തിന്റെ ആലയത്തെ വാണിഭക്കാരുടെ മേളയാക്കി മാറ്റി, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി, അങ്ങനെ ജനത്തെ കച്ചവടമാക്കി മാറ്റി. ആ ഒരു കാലഘട്ടത്തിൽ ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഹന്ന, ഒരു ശിമയോൻ, ഒരു മറിയ, അങ്ങനെ ഭക്തരായ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് റംനന്റ് ഇസ്രായേൽ, ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഫെയ്ത്ത്ഫുൾ ഇസ്രായേൽ എന്ന ഗ്രൂപ്പിൽ
മേരി അംഗമായിരുന്നു. ചർച്ച്, യേശു ക്രിസ്തുവിന്റെ സഭ, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലും മേരി അംഗമായിരുന്നു. കാരണം മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുന്നവരുടെ കൂടെ മേരി ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അവിടെ മേരി ഉണ്ടായിരുന്നു. സോ മറിയം പുതിയ നിയമ ചർച്ചിലും ഉണ്ടായിരുന്നു, പഴയ നിയമ വിശ്വസ്ത ഇസ്രായേലിലും ഉണ്ടായിരുന്നു. രണ്ട് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. അപ്പൊ പഴയ നിയമ വിശ്വസ്ത ഇസ്രായേലിനെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് സിയോൻ പുത്രി എന്നാണ്. ഒരു സിംഗിൾ വുമൺ ആയിട്ടാണ് കാണുന്നത്. സിയോൻ പുത്രി അവളുടെ സഹോദരിയെ വേശ്യയായിട്ടാണ് കാണുന്നത്. വേശ്യയായിട്ട് നിങ്ങൾ പഴയ നിയമ പ്രവചനങ്ങൾ വായിക്കുക. അപ്പൊ വിശ്വസ്ത ഇസ്രായേലിനെ സിയോൻ പുത്രി എന്നും അവിശ്വസ്തയും പിന്മാറ്റക്കാരിയുമായ ഇസ്രായേലിന്റെ ഭാഗത്തെ തന്നെ വേശ്യയെന്നും പഴയ നിയമത്തിൽ കാണുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും ഒരു മഹദിയ ബാബിലോൺ ഒരു വേശ്യാസ്ത്രീ ധൂമറ വസ്ത്രം ധരിച്ചുകൊണ്ട് മദ്യചഷകം പിടിച്ചുകൊണ്ട് ഒരു വേശ്യാസ്ത്രീ ഇരിക്കുന്നത് കാണാം, രണ്ട് സ്ത്രീകൾ. അപ്പോ ഈ പഴയ നിയമ ഇസ്രായേലിന്റെ പെർസോണിഫിക്കേഷൻ, ആ പേഴ്സോണിഫിക്കേഷൻ മറിയയിലാണ് നമ്മൾ കാണുന്നത്. കാരണം ആ പഴയ നിയമ ഇസ്രായേലിന് വേണ്ടി ഹൗവ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ തലമുറകളും കഴിഞ്ഞിട്ട് അവസാനം അഡ്രസ് ചെയ്യുന്നത് മറിയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അവിടെയാണ് അഡ്രസ്. അവിടെയാണ് ആ ട്രാൻസിഷൻ ഉണ്ടാകുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലേക്ക്. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് വന്നു കഴിയുമ്പോഴേക്കും ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ മാതാവായിട്ട് മറിയത്തെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. യോഹന്നാൻ ഏറ്റുവെന്നല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ കൈക്കൊണ്ടു. ഷീ ബിക്കെയിം ദ മദർ ഓഫ് ചർച്ച്. അവള് അതുകൊണ്ട് ചർച്ചിന്റെ എംബോഡിമെന്റ്, എ പെർസോണിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് എന്ന് പറയുമ്പോഴും അത് മറിയമായിട്ട് വരും. ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഷുവർലി ചർച്ചിനെ വിളിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് വാസ് ടേക്കൺ ഫ്രം ദ ബോഡി ഓഫ് മേരി. മറിയത്തിന്റെ ശരീരത്തിൽ നിന്നാണ് യേശുവിന്റെ ശരീരം എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ആദിമ സഭ അവൾക്ക് അംഗീകരിക്കപ്പെട്ട് നൽകിയ പദവികളാണ്. നമ്മൾ അതിനകത്ത് എതിർത്തിട്ട് കാര്യമില്ല. ദിസ് ഈസ് ദ ഫാക്ട്. ഇതാണ് അതിന്റെ വസ്തുത. മറിയം തിയോട്ടോക്കോസ് ആകുന്നു. നീ അതല്ല എങ്കിൽ നമ്മുടെ ദൈവശാസ്ത്രം മുഴുവൻ തകരും. ദൈവശാസ്ത്രം മുഴുവൻ തകരാറിലാകും. അപ്പം മറിയം തിയോട്ടോക്കോസ് ആണ് എന്ന് പറഞ്ഞപ്പോ ഡോക്കോട്ടോമിസ് എന്ന് പറഞ്ഞ ഡോക്കോട്ടോമി ഉണ്ട്. അപ്പൊ ഡോക്കോട്ടോമിസ്റ്റുകൾ പറഞ്ഞു യേശു മറിയത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ദൈവമായിരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഈ ഉപദേശം പരീക്ഷിക്കാനാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങളിൽ പലർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റ് ഡോക്ടർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഡോക്കോട്ടമിസം വിശ്വസിച്ചാൽ മതി. ഡോക്കോട്ടമി വർദ്ധിച്ചപ്പോൾ, ഡോക്കോട്ടമിസ്റ്റുകളുടെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചപ്പോൾ, ഡോക്കോട്ടമിസ്റ്റുകളുടെ ശല്യം നിമിത്തമാണ് അന്ത്യോക്യയുടെ 3-ാം പാത്രിയർക്കീസ് ആയിരുന്ന ഇഗ്നേഷ്യസ് തിയോഫിലോസ്, ഇഗ്നേഷ്യസ് ന്യൂറോനോ എന്ന് വിളിക്കും. അപ്പൊ ഇഗ്നേഷ്യസ് തിയോഫിലോസ് യോഹന്നാൻ സ്ലീഹായോട് ആവശ്യപ്പെട്ടത് ഈ സംശയങ്ങൾക്ക് നിവാരണം വരുത്താൻ വേണ്ടി ഒരു സുവിശേഷം എഴുതാൻ. അങ്ങനെ അന്ത്യോക്യയുടെ 3-ാം പാത്രിയർക്കീസ് ഇഗ്നേഷ്യസ് തിയോഫിലോസ് യോഹന്നാൻ സ്ലീഹായോട് ആവശ്യപ്പെട്ടതനുസരിച്ച് യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷമാണ് നമ്മുടെ ബൈബിളിൽ കാണുന്ന 4-ാമത്തെ സുവിശേഷം, യോഹന്നാൻ സുവിശേഷം. AD 58 അന്ത്യോക്യൻ സിംഹാസനത്തിലേക്ക് പരിശുദ്ധ പത്രോസ് സ്ലീഹായാണ് ഈ ഇഗ്നേഷ്യസ് ന്യൂറോനയെ വായിച്ച് അയക്കുന്നത്. അത്രയും ഓതന്റിസിറ്റി നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ചർച്ചിന്റെ. ആ ഇഗ്നേഷ്യസ് ന്യൂറോനോ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എഴുതാൻ ആവശ്യപ്പെട്ട ആ സഭാപിതാവ് ഇത് ആവശ്യപ്പെട്ട ഈ ഡോക്കോട്ടമിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഡോക്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു ദൈവത്വം ഇല്ലായിരുന്നു മറിയത്തിൽ ജനിക്കുമ്പോൾ, ജസ്റ്റ് ഓർഡിനറി മാൻ. പക്ഷേ അവനിൽ ദൈവത്വം വന്ന് ആവസിക്കായിരുന്നു. അത് ആ സ്നാന സമയത്തായിരുന്നു. യേശു സ്നാനപ്പെട്ടപ്പോൾ അവനിൽ ദൈവത്വം വന്ന് ആവസിച്ചു. യേശുവിനെ കുരിശിൽ കയറ്റിയപ്പോൾ അവനിൽ നിന്ന് ആ ദൈവത്വം മാറ്റപ്പെട്ടു. അതായത് യേശു ഭൂമിയിൽ 30 വർഷം മനുഷ്യനായിട്ട് ജീവിച്ചു, 3 വർഷം ദൈവത്വത്തോടുകൂടെ ജീവിച്ചു. കുരിശിൽ കയറ്റാൻ വേണ്ടി അവനെ വിവസ്ത്രനാക്കി കുരിശിലേക്ക് ആണിയടിച്ചപ്പോൾ അവനിൽ ദൈവത്വം മാറി. അവന്റെ മനുഷ്യത്വമാണ് കുരിശിൽ സഫർ ചെയ്തത്. അവനിൽ ദൈവത്വമില്ലായിരുന്നു. ഇതാണ് ഡോക്കോട്ടമിസം. നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം.
അത് ഗ്രാബ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് അവൻ ജനിച്ചപ്പോൾ മുതൽ, ഉരുവായപ്പോൾ മുതൽ അവൻ സംശയം കൂടാതെ ദൈവവും മനുഷ്യനുമായിരുന്നു, ദൈവത്വവും മനുഷ്യത്വവും അവനിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, മറിയത്തിന്റെ ഉദരത്തിൽ അവൾ ദൈവത്തെയാണ് വഹിച്ചത്. അത് ആദിമസഭ അർത്ഥശങ്കക്കിടയില്ലാതെ എഫേസോസ് സുന്നോദോസിൽ പ്രസ്താവിച്ചു. മറിയം സംശയം കൂടാതെ തിയോട്ടോക്കോസ് ആകുന്നു, ദൈവ പ്രസവിത്രി, ധന്യേ കന്യകയെ ഞങ്ങൾ നിന്നെ ആദരിക്കുന്നു. അതായിരുന്നു ആ ചർച്ചിന്റെ പ്രഖ്യാപനം. അതിനുശേഷം എഫേസോസ് സുന്നോദോസ് അവസാനിക്കുമ്പോൾ പറഞ്ഞു, നിക്കാ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ അതിന് ഒരു പ്രിയാമ്പിളായിട്ട് അതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലണം. ഒരു പ്രാർത്ഥന എഫേസോസ് സുന്നോദോസ് എഴുതി ചേർത്തിട്ടുണ്ട്. അത് വളരെ രസകരമാണ്. അത് മറ്റൊരു ദിവസം ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണേൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാം. ഗൂഗിൾ ചെയ്ത് നോക്കുക, എഫേസോസ് സുന്നോദോസ് എഴുതി ചേർത്ത പ്രാർത്ഥന എന്താണ്, ആ പ്രാർത്ഥനയിൽ എന്താണ് അവർ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പൊ ഇത് പഠിച്ചു കഴിയുമ്പോൾ കുറെ ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കും. എനിക്കറിയാം വിശ്വാസം ഉപേക്ഷിക്കുമെന്ന്. വിശ്വാസം ഉപേക്ഷിക്കണം എന്നതിന് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം കാര്യങ്ങൾ അറിയാതെ വിശ്വസിച്ചോണ്ടിരിക്കരുത്. ചുമ്മാ അതും ഇതും വിശ്വസിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു, പാസ്റ്റർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വിശ്വാസം വിടേണ്ടി വരുമല്ലോ. 100% ഞാൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിടണം. കാരണം നമുക്ക് വിശ്വാസം എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്നും അല്ല, എന്തെങ്കിലും വിശ്വസിച്ച് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് അറിഞ്ഞിട്ട് വിശ്വസിക്കുന്നതാണ് നല്ലത്. എവിടെ നിന്നാ കിട്ടിയത്? അപ്പൊ അതിനാണ് ഞാനിതെല്ലാം പറയുന്നത്. ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ ഓരോ കൗൺസിലിലും എന്താ സംഭവിച്ചെന്നും എന്തെല്ലാം ദുരുപദേശങ്ങളാണ് എഴുന്നേറ്റ് വന്നതെന്നും ആ ദുരുപദേശത്തെ എങ്ങനെയാണ് സഭ കൈകാര്യം ചെയ്യുന്നതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് ചർച്ചിന്റെ ഓൾ ഹിസ്റ്ററിയിലൂടെ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ല, ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ തോമസ് പി സി, മധ്യപ്രദേശിലെ എന്നുള്ള നമ്മുടെ ഒരു ആദരണീയ പ്രേക്ഷകനാണ് തോമസ് പി സി. നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ കാണാം. അദ്ദേഹം ഒരു കമന്റ് എഴുതി, ആരോ 2 രൂപ കടം ചോദിച്ചു. കടം ചോദിച്ചപ്പോൾ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ വീട്ടിൽ പോയിരുന്നൊരു പാട്ട് എഴുതി. ആ പാട്ട് നമ്മളിപ്പോഴും പാടിക്കൊണ്ട് നടക്കുകയാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയല്ലേ? നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ആരാണ്ട് 2 രൂപ കടം ചോദിച്ചു, അവന് 2 രൂപ കിട്ടിയില്ല. വേറെ ആരാണ്ട് കല്യാണത്തിന് പോയി, ബന്ധുക്കളുടെ കല്യാണത്തിന്, അമ്മാച്ചന്റെ മോന്റെ കല്യാണത്തിന് വിളിച്ചില്ല. അമ്മാച്ചന്റെ മോന്റെ കല്യാണം ആയപ്പോൾ ഇവന് സങ്കടം കയറി, ഇവൻ വീട്ടിൽ ഒരു പാട്ട് എഴുതി. ഇപ്പോഴും നമ്മൾ അത് പാടിക്കൊണ്ടിരിക്കുക. എന്ത് തിയോളജി അതിനകത്തുള്ളത്, എന്ത് ദൈവശാസ്ത്രം അതിനകത്തുള്ളത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി കൊലക്കളത്തിൽ നിൽക്കുമ്പം ആ കൊലക്കളത്തിൽ നിന്നുകൊണ്ട് പാടിയ പാട്ട് ഏർലി ചർച്ച് എഴുതിയെടുത്തു. ആ പാട്ടൊക്കെയാ പാടുന്നത്. ദൈവത്തെ ആരാധിക്കുകയാണ്, പരിശുദ്ധനെ ആരാധിക്കുകയാണ്, ത്രിയേകത്വത്തിൽ അവന് സ്തുതി കൊടുക്കുകയാണ്. അപ്പൊ അതിനൊപ്പിച്ച് ഇവിടെ നമുക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറച്ച് പാട്ടും, എന്നെ ഇത്രത്തോളം നടത്തിയല്ലോ, ഗൾഫിൽ കൊണ്ടുവന്നല്ലോ എന്നൊക്കെയുള്ള പാട്ട്, എന്നിട്ട് അത് ഇതിന് അത് വൈകാരികമാണ്. അപ്പം വൈകാരികമായിട്ട് ആളുകളെ ചലിപ്പിക്കുന്ന കുറെ പാട്ടുകൾ പാടുക അതല്ല ദൈവശാസ്ത്രം, അതല്ല തിയോളജി, അതല്ല ചർച്ചിന്റെ വിശ്വാസം, അതല്ല. അപ്പൊ ക്രീഡൽ ഫെയ്ത്ത് എന്താണെന്നും ആ ഫെയ്ത്ത് എങ്ങനെയാ വന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതല്ല ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് പാട്ടും പാടി ഇങ്ങനെ ആട്ടം ആടി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതിനാണ് ഞാനിത് പറയുന്നത്. കുറെ ആളുകൾ വിശ്വാസത്തിനെ പോകുന്ന എനിക്കറിയാം, അങ്ങോട്ട് പോട്ടെന്നുള്ളതാണ്. കാരണം ഇത് വിശ്വാസം ഇല്ലാതെ വിശ്വാസമാണെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. പിന്നെ കുറച്ചാളുകൾ ഈ ചർച്ചിൽ പോകുന്നു എന്നെല്ലാം പറയുന്നത്, ഞാൻ പിന്നെയും നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ പോകുന്നത് ക്ലബിലാണ് പോകുന്നത്. ക്ലബിൽ പോകുന്നവർക്ക് ഫെലോഷിപ്പ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കാണുക, വിവരങ്ങൾ അറിയുക, വിശേഷങ്ങൾ പങ്കുവെക്കുക, ഒരു സന്തോഷമാണ്, ഫെലോഷിപ്പാണ്. അത് എല്ലാ ക്ലബുകളുടെ ഉദ്ദേശം അതാണ്. നിങ്ങളുടെ ചർച്ചിൽ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ പറയും. നിങ്ങൾ സെക്കുലർ ക്ലബിൽ പോകുന്നവരുടെ പേര് അവർ അതിനേക്കാൾ സന്തോഷം, ഭയങ്കര ആത്മസന്തോഷം. അത് ആത്മസന്തോഷമല്ല, മനുഷ്യർ തമ്മിൽ കൂടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതിനെയാണ് ക്ലബ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ചർച്ച് ഒരു ക്ലബിന്റെ പർപ്പസ് ആണോ സെർവ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. നിശ്ചയമായിട്ടും ചർച്ചിൽ ഒരു ഫെലോഷിപ്പ് ഉണ്ട്, അതൊരു ഫാക്ടർ മാത്രമാണ്. എന്നാൽ അവിടെ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നുണ്ടോ, സത്യവചനം യഥാർത്ഥമായി പഠിപ്പിക്കുന്നുണ്ടോ, സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ചർച്ചാണോ എന്നറിയണം. ഇത് മിക്കവാറും ക്ലബ്ബായിരിക്കും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ക്ലബ്ബ് നടത്തുകയാണ്. എന്ത് വന്നാലും കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞ് തൂത്ത് തലോടി ഇങ്ങനെ ഒരു പൊത്തുവരുത്തത്തിൽ പോവാണ്. അപ്പൊ റിയാലിറ്റിയെ നിങ്ങൾ കാണുന്നില്ല, പഠിക്കേണ്ട വചനം പഠിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല.
അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഈസ് എ മിസ്റ്റിക് റിലീജിയൻ. അതിന്റെ മിസ്റ്റിക് ഫാക്ടർ പോയി കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനിറ്റി ഒന്നിനും കൊള്ളാതെയാകും. അതാണ് വാണിംഗ് ആയിട്ട് അപ്പോസ്തലനായ പൗലൂസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. അന്ത്യകാലത്തെ കുറിച്ചുള്ള പ്രവചനം. അന്ത്യകാലത്തെ കുറിച്ചുള്ള പ്രവചനം എന്താണ്? മനുഷ്യർ ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തും. അപ്പൊ പുറത്തുള്ള കൂട് കാണും. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഒരു ബൈബിള് കാണും, രണ്ടൂന്ന് പാട്ട് കാണും, ഇതങ്ങനെയെല്ലാം കാണും. അതിന്റെ ആന്തരിക ചൈതന്യം നിഷേധിക്കും. കർത്തൃമേശ എന്ന് പറഞ്ഞൊരു പരിപാടി കാണും. എന്നാ റൊട്ടിയും ജ്യൂസും കൊടുക്കുക. ഇന്നലെ വിജയാന്റണി പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ചർച്ചിലെ കാര്യങ്ങൾ. ചർച്ചിലോട്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഹൂ ഹൂ എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് ബേക്കറിയുടെ വാതൊക്കെ വണ്ടി നിർത്തി ഒരു റൊട്ടി പെട്ടെന്ന് മേടിച്ചു, അതങ്ങോട്ട് കൊണ്ടുപോയി കുറച്ച് ജ്യൂസും വെച്ചു. എന്നതാ അതിന്റെ ബാഹ്യരൂപമുണ്ട്, അതിന്റെ ആന്തരിക ചൈതന്യം ഇല്ല. ആന്തരിക ചൈതന്യം ഇല്ല, ബാഹ്യരൂപ. അപ്പൊ ബാഹ്യരൂപം ഉണ്ട്, ആന്തരിക ചൈതന്യം ഇല്ല. അങ്ങനെ അതാണ് ഈ ഗ്രൂപ്പുകൾ. അത് അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലബിലാണോ നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കുക. ആന്തരിക ചൈതന്യം ഉണ്ടോ എന്ന് നോക്കുക. ആന്തരിക ചൈതന്യം മിസ്റ്റിക് ഫാക്ടർ ഉണ്ട്. മിസ്റ്റിക് ഫാക്ടർ ഇതൊന്നും ഈ കാണുന്നല്ല, അതിനപ്പുറത്തുള്ള ഫാക്ടേഴ്സും. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു മതം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫിലോമോൻ പറഞ്ഞ പോലെ, ഫിലോമോൻ പറയുന്നത് ഒരുമാതിരി കൊള്ളാവുന്ന കുറെയൊക്കെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ളത്. കന്യക ഗർഭിണിയായി. ഇപ്പോഴത്തെ ഈ മോഡേൺ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? 2000 കൊല്ലം കഴിഞ്ഞ് അവൻ പോയതുപോലെ വീണ്ടും വരും, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ക്രിസ്ത്യാനിറ്റി ഒരു മിസ്റ്റിക് റിലീജിയനാണ്. മിസ്റ്റിസിസമാണ് അതിന്റെ സോൾ, അതിന്റെ ആത്മാവ്. അതിനകത്ത് ഇതുണ്ട്. അതുകൊണ്ട് ഏർലി ചർച്ച് അങ്ങനെയാണ് വിശ്വസിച്ചത്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും കാൽ കീഴി ചന്ദ്രനും ഉണ്ടായിരുന്നു. അത് ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് പ്രസവിച്ച യേശുവിന്റെ അമ്മ മറിയയാണ്. മറ്റാരും അങ്ങനെ ഒരു സ്ഥാനം ഒരു മനുഷ്യ സ്ത്രീക്ക് കൊടുക്കാനുണ്ടെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ അതിന് മറിയമല്ലാതെ മറ്റൊരാളും ആ പദവി സ്വീകരിപ്പാൻ യോഗ്യയായിട്ടില്ല. ഓൺലി മേരി ക്യാൻ. മറിയത്തിന് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം അതാണ് മനുഷ്യവർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. കെരൂബുകളിൽ അധിവസിക്കുന്നവൻ, കെരൂബുകളിന്മേൽ വാഹനമേറുന്നവൻ, കെരൂബുകളിൽ വാഹനമേറുന്നവൻ, അഗ്നിജ്വാലയുള്ള ദൂതന്മാർ ശുശ്രൂഷിക്കുന്നവൻ. അഗ്നിമയന്മാർ ആരെ കാണുമ്പോൾ വിറയ്ക്കുന്നത്? ആ ശ്രേഷ്ഠനായ ദൈവം. ആ ദൈവം അവളിൽ വന്നു വസിച്ചു, അവളിൽ വന്നു വസിച്ചു. അതുകൊണ്ട് മുൾച്ചെടി എരിഞ്ഞു പോകാതെ തീജ്വാലയുടെ നടുവിൽ നിന്ന് മോശയോട് സംസാരിച്ചു. മോശയോട് സംസാരിച്ച് കഴിഞ്ഞ ദിവസത്തെ ട്രിനിറ്റി ചർച്ചയിൽ വന്നപ്പോൾ പുത്രനാണെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ കേട്ട് കാണും. പുത്രനാണെന്ന് ഞാൻ പറഞ്ഞ അല്ലത്, അത് ഏർലി ചർച്ചിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് മുൾച്ചെടി എരിയാതെ തീ കത്തിക്കൊണ്ടിരുന്ന ആ മുൾച്ചെടിയെ മറിയാമിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. മുൾച്ചെടി എരിയാതെരുതി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനാം അറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു എന്ന് ഓർത്തഡോക്സ് സഭയുടെ ഗീതത്തിനകത്തുണ്ട്. അത് ഓർത്തഡോക്സുകാർക്ക് ഇത് അറിയത്തില്ല. അത് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: മോശയോട് സംസാരിച്ചവനാണ് മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് പുത്രൻ തമ്പുരാനാണ്. അത് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പോ ഒക്കെ പറയുന്ന യേശുനാമക്കാർ പറയുന്ന പോലെ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം തന്നെയായി വന്ന നോ നോ നോ, പിതാവായ ദൈവമല്ല, പുത്രൻ തമ്പുരാൻ. പുത്രനാണ് അങ്ങനെ വന്നത്. ആ പുത്രനാണ് ആ തീയുടെ നടുവിൽ നിന്ന് സംസാരിച്ചത്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ട്രിനിറ്റിയുടെ മിസ്റ്ററി പോലും ആ മറിയത്തിൽ റിവീൽ ആകുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുക, എത്ര വലിയ ശ്രേഷ്ഠ പദവിയാണ്. നിങ്ങളുടെ പ്രവാചകി കുഞ്ഞന്നാമയും നിങ്ങളുടെ പ്രവാചകി സൂസി കൊച്ചമ്മയും
ഒക്കെ ഭയങ്കര ശ്രേഷ്ഠ വ്യക്തികളാണെന്നാണ് പറയുന്നത്. ഇത് ആഴിയെയും ഊഴിയെയും അഖിലാണ്ടങ്ങളെയും മുഴുവൻ നിർമ്മിച്ചതും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ സംഭവിക്കുന്നവനും ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായവൻ, അവൻ ഈ മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യ ശിശുവായി രൂപപ്പെട്ടു. അത്രയും ശ്രേഷ്ഠത ആർക്കാണ് വന്നത്? സകല മനുഷ്യവർഗത്തെയും ഏകൻ നിമിത്തം പാപവും മരണവും മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിച്ചു. ആദാമിനെ കുറിച്ച് പറയുന്നതാണ്. അത് ഹൗവയുടെ പാപമാണ്. ആ ഹൗവ നിമിത്തം താഴ്ചയും അധപ്പതനവും വീഴ്ചയും മനുഷ്യവർഗത്തിലേക്ക് വന്നു. മരണം മനുഷ്യവർഗത്തിലേക്ക് കടന്നെങ്കിൽ അത് ഹൗവായുടെ അനുസരണക്കേടായിരുന്നെങ്കിൽ, ഇവിടെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. രണ്ടാമത്തെ ഹൗവയുടെ അനുസരണം മനുഷ്യവർഗത്തെ മുഴുവൻ ഉദ്ധരിക്കുകയാണ്. മനുഷ്യവർഗത്തിന് മുഴുവൻ നവ്യമായി ലഭിച്ച ഈ ഉത്ഥാനത്തിനും ഈ നവജീവനും കാരണക്കാരിയായി തീർന്ന ആ മറിയമാണ് ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തി മാനവവർഗത്തിൽ. അതുകൊണ്ടാണ് ആ പദവി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ ഇമേജ് അങ്ങനെ കാണുന്നത്. ഞാൻ പിന്നെ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. അവിടെ നമ്മൾ കാണുന്ന ആ സ്ത്രീ personified form of Old Testament faithful Israel, and at the same time it's a personified form of the New Testament church. പുതിയ നിയമസഭയുടെ ആൾരൂപവും പഴയ നിയമ വിശ്വസ്ത ഇസ്രായേലിന്റെ ആൾരൂപവും അതേസമയം തന്നെ മറിയ എന്ന വ്യക്തിയുമാകുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള അതിന്റെ അർത്ഥം. ആ വിശദീകരണമായി അതിന്റെ ശരിയായ വിശദീകരണം. അല്ലാത്ത വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ ശിശു യേശു ആണെന്നും അംഗീകരിച്ചിട്ട് പിന്നെ ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന മൗഢ്യതയിലേക്ക്, ശിശു യേശു ആണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ യേശുവിനെ പ്രസവിച്ച സ്ത്രീ ആരാണ്? അത് ദേശമാണ്. കാരണം ദേശം, ലാൻഡ് അവൾക്ക് തുണ നിന്നു. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എഴുതി അത് ലാൻഡാണ്. ലാൻഡ് അവൾക്ക് തുണ നിന്നു എന്നെഴുതിയിട്ടുണ്ട്. കാരണം ഈ സ്ത്രീയെ ഒഴുക്കിക്കളയാൻ വേണ്ടി ഈ മഹാസ്വർപ്പത്തിന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടുകയാണ്. ബ്രദറൻകാരുടെ വാദം അനുസരിച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വചനമാണ്. അപ്പോ ഈ മറിയത്തിന്റെ പ്രാധാന്യത്തെ ഇല്ലാതെയാക്കാൻ ഈ സർപ്പം വായിൽ നിന്ന് വചനം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച്, എന്റെ വ്യാഖ്യാനമല്ല. നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതി അവലംബിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കും. കാരണം മഹാസർപ്പം വാ തുറന്ന് വചനത്തെ പുറപ്പെടുവിച്ചു. എന്തിനാണ്? ഈ സ്ത്രീയെ ഒഴുക്കി കളയാൻ. എന്നിട്ടും സ്ത്രീ ഒഴുകിപ്പോയില്ല. അപ്പൊ നമ്മുടെ E.S. തോമസിന്റെ ഒക്കെ വ്യാഖ്യാനം അനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ, ഞാൻ പിന്നെ പറയുന്നത് അത് എന്റെ വ്യാഖ്യാനമല്ല, എനിക്ക് വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ആ രീതി അങ്ങോട്ട് അവലംബിച്ചാൽ ഈ സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയാൻ വെള്ളം ചാടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഒഴുക്കിക്കളയാൻ വേണ്ടി വചനം പ്രസംഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരായിട്ട് യേശുവിന്റെ അല്ലെങ്കിൽ ഈ രക്ഷകനെ പ്രസവിച്ച അല്ലെങ്കിൽ ഈ മശിഹായ ഈ രാജാവിനെ പ്രസവിച്ച സ്ത്രീ ആരാണ് എന്ന് ചോദിക്കുന്നതിലൂടെ ആ സ്ത്രീയെ ഒഴുക്കിക്കളയാനല്ലേ ശ്രമിക്കുന്നത്. രക്ഷകനെ പ്രസവിച്ച സ്ത്രീ ആരാണെന്ന് എന്തിനാ ചോദിക്കുന്നേ? അത് സംശയം എവിടെ വന്നത്? അത് ഇസ്രായേലാണോ? അത് ദേശമാണോ? അത് ചർച്ചാണോ? അതെന്താണ്? എന്തൊരു സംശയം. അപ്പം സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന ആ ശിശുവിനെ പ്രസവിച്ചത് മറിയമാണ് എന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആർജവത്വം എന്തുകൊണ്ട് നമുക്കില്ല? പ്രോട്ടോ ഏവങ്കേലിയോൻ ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ ആ സ്ത്രീ യേശുവിന്റെ അമ്മ മറിയമാണ്. ആണോ? അല്ലേ? ആണോ? സംശയമാണ്. എന്തുകൊണ്ടാ? മതം നമ്മുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക. മതം, പെന്തക്കോസ്ത് മതം, ബ്രദറൻ മതം, ഇതെല്ലാം നമ്മുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അത് നമ്മളോട് പറയാണ്, നീ ഒരിക്കലും അത് വിശ്വസിക്കരുത്. കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കരുത്. കാരണം എന്തോ ഒരു കുറച്ചിൽ വന്ന പോലെയാ. ഇവരെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ മറിയം എന്തോ കത്തോലിക്കത്തിയാണോ ഒക്കെ നമുക്കങ്ങ് തോന്നുക. കത്തോലിക്കത്തി. അപ്പൊ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുക. മിസ്റ്റിസിസം എന്താണെന്ന് മനസ്സിലാക്കുക, അതർ വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ വ്യക്തമായിട്ട്. കാരണം ഓരോരുത്തർക്കും വലിയ പദവികൾ ആണ് ആ വരുവാനുള്ള ലോകത്തിൽ ലഭിക്കുന്നത്. ആ പദവിയെ കണ്ടിട്ട് അതുകൊണ്ടാണ് എനിക്കുള്ളതെല്ലാം ഛേദമെന്നെണ്ണി പൗലൂസ്. എന്തിനാണ് ഛേദമെന്നെണ്ണിയത്? കാരണം ആ ശ്രേഷ്ഠത കണ്ടിട്ട്,
അതുകൊണ്ടാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മൾ രാജാക്കന്മാരായി തീരും, വാഴുന്നവരായി തീരും. ആരാണ്? അപ്പൊ നമ്മൾ രാജാക്കന്മാരായി തീരുമെന്ന് പറഞ്ഞു. പക്ഷെ മറിയ രാജ്ഞിയായെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അംഗീകരിക്കാനും പറ്റത്തില്ല. നമ്മൾ രാജാക്കന്മാരാവും, മറിയ അന്നേരം തറ തുടച്ച് അവിടെ ദാസിയായിട്ടിരുന്നോണെന്നാണ് നമ്മൾ പറയുന്നത്. യേശുവിന്റെ അമ്മ വചനം ജഡമായി തീർന്ന കണ്ടാൽ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന പറഞ്ഞ്. അങ്ങനെ ആരുടെ ഹൃദയത്തിലൂടെ വാള് കടന്നു പോയത്? തിരുവെടുത്തി പറയാ, നിന്റെ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുന്നത്. ആ ഹൃത്തിലൂടെ വാള് കടന്നു പോയ മാതാവാണ്. അവൾ ഏറ്റവും ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. നീ രാജാവാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയ്യോ ഗുരു 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 അവിടെ എല്ലാം ഇളക്കി മറിച്ചില്ലേ. മറിയ രാജ്ഞിയാണെന്ന് പിശാച് പിശാച്. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മറിയ സ്വർഗീയ രാജ്ഞിയാണ്. അവളെ അംഗീകരിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ. അംഗീകരിക്കാത്ത സഭയൊന്നും ചർച്ചല്ല. കാരണം യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ ആ നിമിഷം കൈക്കൊണ്ടു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് 3 ആണിയിൽ തൂങ്ങിക്കടഞ്ഞുകൊണ്ട് വചനമാണ്, ഇതാ നിന്റെ അമ്മ. നിങ്ങൾ ആ യോഹന്നാന്റെ സുവിശേഷം 19 എടുത്തിട്ട് വായിക്കണം. അല്ലാതെ പൊട്ടക്കണ്ണൻ ബർത്തിമായിയോട് പറഞ്ഞ വചനവും, വേശ്യാസ്ത്രീയോട് പറഞ്ഞ വചനവും, ലാസറിന്റെ പെങ്ങളോട് പറഞ്ഞ വചനവും അതെല്ലാം നമുക്കുള്ളതാ. വിഴുങ്ങുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക. ആരാടാ പറഞ്ഞേ? ലാസറിന്റെ പെങ്ങളോട് പറഞ്ഞ അത് നമുക്കുള്ള ദൂതാ. കുരിശൽ 3 ആണികൾ കിടന്നുകൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ. കർത്താവേ, അതെന്റെ അമ്മയാകും. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ? അതെങ്ങനെയാ? ആ കാലമൊക്കെ എന്നോടൊരു പാസ്റ്റർ പറയാ, പാസ്റ്റർ ഇങ്ങനെ മണ്ടത്തരം പറയാം, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അങ്ങ് ഗ്ലോറിയിലല്ലേ. ഈ ഗ്ലോറി ചെല്ലുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നത് നിങ്ങളുടെ പെന്തക്കോസുകാരുടെ പതിവാ. എന്തെങ്കിലും ഒരു പദവി കിട്ടുമ്പോൾ നടന്നു പോകുന്ന വഴി മറക്കുന്നത്. ഇത് കർത്താവിന് അങ്ങനെയല്ല. കർത്താവ് സ്വർഗത്തിലിരിക്കുമ്പോ പൗലൂസ് അപ്പോസ്തലൻ ദമസ്കസിന്റെ വെടിവാതൊക്കെ വീണപ്പോ പൗലൂസ് ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്ന കർത്താവേ? ഞാൻ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച, അണ്ടകടാങ്ങളെ സൃഷ്ടിച്ച, ആഴി മൂഴി സൃഷ്ടിച്ച സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന സകല പ്രപഞ്ചത്തിന്റെയും അധിപതിയായ ദൈവം. അങ്ങനെയൊന്നല്ല യേശു പറഞ്ഞത്. യേശു പറയാണ്, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ, യേശു അങ്ങ് ഗ്ലോറിയിൽ ചെന്നിട്ടും താൻ വളർന്ന നസറത്ത് എന്ന ഗ്രാമത്തിന്റെ പേര് പോലും മറന്നിട്ടില്ല. സ്വർഗത്തിൽ എന്ന് പറയുമ്പോഴും ആ ഗ്രാമത്തിന്റെ പേര് കൂട്ടിയാ പറയുന്നത്. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഇല്ലേ? വായിച്ചു നോക്ക്. യേശു സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ പറയാ, ഞാൻ നസറായനായ യേശുവാണ് എന്ന് പറഞ്ഞാൽ നസറത്തിലെ ഗ്രാമത്തെയും അവിടുത്തെ കൊച്ചു വീടിനെയും ആ വീട്ടിലെ സ്നേഹത്തെയും യേശു ഓർക്കുകയാണ്. പിന്നെ തന്റെ അമ്മയെ മറന്നെന്നാണ് പറയുന്നത്. സ്വർഗീയ രാജ്ഞിയാണ്. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ശലോമോനെ കാണാൻ വേണ്ടി ശലോമോന്റെ അമ്മ വരുന്ന ഭാഗം നിങ്ങളത് വായിച്ചു നോക്ക്. ശലോമോനെ കാണാൻ ശലോമോന്റെ അമ്മ വരുമ്പോ ശലോമോൻ സിംഹാസനത്തിൽ എഴുന്നേക്ക് എന്റെ അമ്മേന്ന് വിളിക്കുകയാണ്. യേശു പറയാണ്, ഇതാ ശലോമോനിലും വലിയവൻ. ശലോമോനിലും വലിയവൻ. സ്വർഗീയ രാജ്ഞിയായ മറിയത്തെ നമ്മൾ അവിടെ കാണുന്നു. ആ സ്വർഗീയ രാജ്ഞിയായ മറിയത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ്രായേൽ സംവഹിക്കപ്പെടുന്നു. പുതിയ നിയമസഭ അവളിൽ സംഭവിക്കപ്പെടുന്നു. പെർസോണിഫൈഡ് ആയിത്തീരുന്നു. ദിസ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മഹിമകളെ ദൂഷിക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുക. യേശുവിനെ സ്നേഹിക്കുക, യേശുവിൻ്റെ അമ്മയെ സ്നേഹിക്കുക. യേശുവിൻ്റെ അമ്മയെ സ്നേഹിക്കാൻ നമുക്ക് ഒരിക്കലും യേശുവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വസിക്കേണ്ടതിന് ഞാനിത് സംസാരിക്കുന്നു. എനിക്ക് ഇത് നിമിത്തം ഒരുപാട് ആളുകൾ എതിരാകും, ഒരുപാട് ആളുകൾ എന്നെ ചീത്ത വിളിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. പക്ഷേ എന്നെ കേൾക്കുന്ന ആളുകൾ അനുഗ്രഹിക്കപ്പെടണം എനിക്കൊന്ന് നിർബന്ധമുണ്ട്. ഞാൻ എൻ്റെ സുവിശേഷ പ്രഭാഷണത്തിന്റെ 26ാം വർഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 26 വർഷം പ്രസംഗിച്ചിട്ടും 5 പൈസ പോലും ഞാൻ ഈ സുവിശേഷത്തിൽ നിന്ന് ആരുടെ നിന്ന് മേടിച്ചിട്ടില്ല. എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശവും ഇല്ല. എനിക്കിപ്പോഴും ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വസിക്കണം. അപ്പൊ ഇത്ര പേര് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കേൾക്കുന്നവരുടെ ഉള്ളിൽ ജീവൻ വസിക്കണം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ കണ്ടെത്തിയ ആത്മീയ സത്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്.
ലൈഫ് നിങ്ങളുടെ അകത്ത് വസിക്കും. സോ ലവ് ദ മദർ ഓഫ് ജീസസ്. യേശുവിന്റെ അമ്മയെ സ്നേഹിക്കുക, നിങ്ങളുടെ അകത്ത് ആ ജീവൻ വസിക്കും. ട്രിനിറ്റിയിൽ ദൈവത്തെ ആരാധിക്കുക, നിങ്ങളുടെ അകത്ത് ജീവൻ വസിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ മതി, അത് കുഴപ്പമില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ദൈവമുണ്ട്, യേശു ഉണ്ടല്ലോ, യേശു നല്ലവൻ. ഇങ്ങനെ പാട്ടും പാടി പ്രസംഗിച്ചിരുന്ന എനിക്ക് ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്തേനെ, എന്നെ എല്ലാവരും വിളിച്ച് പ്രസംഗിപ്പിച്ചേനെ. സ്വോത്രാഴ്ച മേടിക്കായിരുന്നു, ഊണ് മേടിക്കായിരുന്നു, അത്യാവശ്യം ശല്യങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കി എനിക്കും ഇങ്ങനെ ഒരു അവധൂതനെ പോലെ കറങ്ങി നടക്കായിരുന്നു. അത് ഇതൊന്നും കിട്ടാനുണ്ട്. ഇതൊക്കെ ഈസിക്ക് കിട്ടും. അപ്പൊ അതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം മനുഷ്യരെ, ആത്മാക്കളെ പ്രാവിനെ പോലെ വേട്ടയാടാനോ, നിങ്ങളെ നശിപ്പിക്കാനോ, നിങ്ങളുടെ വീടുകളിൽ നൂണ്ടു കിടക്കാനോ, നിങ്ങളുടെ സഭകളിൽ വന്ന് കവർച്ച ചെയ്യാനോ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല. അതൊക്കെ വേണം ചെയ്യാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അകത്ത് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. ദൈവം ത്രിയേകനാകുന്നു. ഏക സത്യ ദൈവം എന്ന് പറഞ്ഞാൽ ആ അൾട്ടിമേറ്റ് ഗോഡ് ത്രിയേകത്വത്തിലാണ് നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ ദൈവത്തെ വേണം ആരാധിക്കാൻ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ആ യേശുവിന്റെ അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം. അതിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. അപ്പോസ്തലന്മാരെ സ്നേഹിക്കണം. സ്വർഗീയ ദൂതന്മാരെ അക്നോളജ് ചെയ്യണം. അപ്പൊ അതിലേക്കെല്ലാം പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു റിയൽ ക്രിസ്ത്യനായി മാറുന്നത്. ഒരു റിയൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഈ റിയാലിറ്റി എന്ന് നമ്മൾ പറയുന്ന അതിനകത്ത് ജീവിക്കുന്ന ആളല്ല. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞു ഇതന്നെ ദൂതന്മാരുടെ ലോകത്ത് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് കൊലാസ്യ ലേഖനം 3 പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പി. ഈ ഉയരത്തിലുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുകൾ അങ്ങനെയല്ല, അതർ വേൾഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഇൻവിസിബിൾ വേൾഡ്. അപ്പൊ ഇൻവിസിബിൾ വേൾഡിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ബി മൈൻഡ്ഫുൾ ഓഫ് ദ ഇൻവിസിബിൾ വേൾഡ്. നമുക്ക് ചുറ്റും ആ ഇൻവിസിബിൾ വേൾഡ് ഉണ്ട്. നമുക്ക് ചുറ്റും ആ ദൂതന്മാരുണ്ട്. നമുക്ക് ചുറ്റും ആ മലാഖമാരുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതുകൊണ്ട് നമ്മുടെ ഒരു യഥാർത്ഥ ക്രൈസ്തവ ആരാധനയിൽ, ഒരു ക്രിസ്തീയ ആരാധന യഥാർത്ഥമായി നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറയുന്ന 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ വാഗ്ദാന പ്രകാരം എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവേ പ്രാർത്ഥിക്കുന്ന വാഗ്ദാന ഒരുമാതിരി ഒറ്റയ്ക്ക് നമ്മൾ ഈ ഒറീസക്കാരൊക്കെ വീട്ടിൽ കക്കാൻ വേണ്ടി പകൽ വന്ന് നോക്കും എന്ന് പറഞ്ഞ പോലെ വന്ന് കർത്താവ് വന്ന് നോക്കുന്നു. അങ്ങനെ എത്ര അതപ്പൊതിച്ച് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. 2 3 പേരുടെ നാമത്തിൽ കൂടുന്നിടത്ത് കർത്താവ് ഇങ്ങനെ പമ്മി ഇവന്റെ ഷെഡിനകത്ത് കയറി നടുക്ക് നിൽക്കുക. അങ്ങനെയൊന്നും അല്ല. അങ്ങനെയല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. 22-ാം വാക്യം, പിന്നെയോ സിയോൻ പർവ്വതത്തിനും നടക്കും. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് വർഷിപ്പ്, പുതിയ നിയമസഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ ആ ആരാധനയ്ക്ക് വരുമ്പോ നമ്മൾ വരുന്നത് സിയോൻ പർവ്വതത്തിന്റെ അരിക്കിലേക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോ സിയോൻ പർവ്വതം അവിടെ വെളിപ്പെടുന്നത്. അത് ഇൻവിസിബിൾ വേൾഡ് ആണ്. സിയോൻ പർവ്വതം അതൊരു പർട്ടിക്കുലർ സ്ഥലത്തല്ല. അതാണ് നമ്മൾ ഇൻവിസിബിൾ വേൾഡിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതിന് ജിയോഗ്രഫിക്കലായിട്ടൊരു സ്ഥലത്തല്ല നിൽക്കുന്നത്. സ്വർഗം തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിൽ തുറക്കും. കേബാർ നദിയുടെ തീരത്ത് എസെക്കിയേൽ ഇരിക്കുമ്പോ അവന്റെ മുകളിൽ സ്വർഗം തുറന്നു. യെരുശലേമിൽ കല്ലേറ് കൊള്ളുമ്പോ സ്തെഫാനോസ് അവന്റെ മുകളിൽ സ്വർഗം തുറന്നു. അത് എവിടെ വേണേലും ഓപ്പൺ ആകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ സ്ഥലത്തു നിന്നുമാണ് ആക്സസ്. ഇവിടെ ഇപ്പം ഞാൻ അമേരിക്കയിൽ ആരാധിക്കാൻ കൂടുമ്പോൾ ഞങ്ങളുടെ അടുത്ത് സിയോൻ പർവ്വതത്തിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദുബായിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ അടുത്താണ് സിയോൻ പർവ്വതം. അപ്പൊ ഇന്ത്യ നിൽക്കുകയാണ്, അവിടെയാണ് സിയോൻ പർവ്വതം. കാരണം അത് ഇൻവിസിബിൾ വേൾഡ് ആണ്. അത് 4 ഡയമെൻഷൻ ആണ്, നെക്സ്റ്റ് ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രസന്റ് ആകാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ആ വിഷയങ്ങൾ അതെങ്ങനെയാ വരുന്നെന്നുള്ളത് വേറൊരു ദിവസം ഞാൻ പറയുന്നുണ്ട്, പറയാതിരിക്കത്തില്ല.
ഞാൻ പറഞ്ഞാൽ നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കുക, അത് വ്യക്തമായിട്ട് പറയും. ഇപ്പൊ ഈ ഭാഗം നോക്കുക. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അല്ലാതെ ഈ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ 2-3 പേര് കൂടുമ്പോൾ യേശു വന്ന് അങ്ങനെയൊന്നും അല്ല. ഒറിജിനൽ ട്രൂ വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്, ആത്മാവിലും സത്യത്തിലുമുള്ള യഥാർത്ഥ ആരാധനയ്ക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇത് നിങ്ങൾ താഴെ മുകളിലോട്ട് വായിക്കണം. അതായത് മുകളിൽ താഴോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കുക. അവിടെ പറയുന്നത് സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും ദൂതന്മാരുടെ സംഘത്തിനും ആദിജാതന്മാരുടെ സഭയ്ക്കും ന്യായാധിപതിയായ ദൈവത്തിനും നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾ താഴെ നോക്കുക. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് അത് പുണ്യാഹ രക്തമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സസ് ഉണ്ടാകുന്ന രക്തത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് തന്റെ രക്തത്താൽ ഒരു പുതിയ വഴി പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ജീവനുള്ള പുതിയ വഴി. അപ്പൊ ജീവനുള്ള പുതിയ വഴി നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന യേശുവിന്റെ രക്തത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവനുള്ള പുതുവഴിയായിട്ടാണ്. അപ്പൊ യേശുവിന്റെ രക്തത്താൽ വി ഹാവ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പാത്ത്. ആ എസ്റ്റാബ്ലിഷ്ഡ് പാത്തിൽ കൂടെ ആ ജീവനുള്ള പുതിയ വഴിയെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ചെല്ലുന്ന ആരുടെ അടുത്തേക്കാ? യേശുവിന്റെ അടുത്തേക്കാണ്. യേശുവിന്റെ അടുത്തേക്കാ. നിങ്ങൾ നോക്ക്, ആ അടിയിൽ നിന്ന് മുകളിലോട്ട് വായിക്കുക. ആ രക്തത്തിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം മധ്യസ്ഥനായ യേശുവിനെ കാണും. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ആരാ? നെക്സ്റ്റ് നമ്മൾ കാണുന്നേ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. അതുകൊണ്ടാണ് ഈ ചർച്ച് വിശ്വസിക്കുമ്പോൾ കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ്, വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മധ്യസ്ഥന്മാര് ഈ വിശുദ്ധന്മാര് അവരുടെ പ്രാർത്ഥനകൾ ഒക്കെ ഈ അഭയപ്പെടുന്നത്. കാരണം ദിസ് ഈസ് വാട്ട് സ്ക്രിപ്ചർ സേസ്. ഇത് 1500 വർഷം കഴിഞ്ഞ് സായിപ്പിന് ഇതൊന്നും പിടികിട്ടിയില്ല. ഇത് ഏർലി ചർച്ച് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന, അവര് ഇത് കണ്ടോണ്ടിരുന്നതാ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം വേദോസത്തിൽ എഴുതി വെക്കണമെന്ന് അവർക്ക് നിഷ്കർഷമൊന്നുമില്ലായിരുന്നു. കാരണം അവർ കണ്ടതും അവർ കേട്ടതും അവർ സ്പർശിച്ചതും അവർ അനുഭവിച്ചതും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതി പറഞ്ഞത് ഞങ്ങൾ കണ്ടതും ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് വീക്ഷിച്ചതും ഞങ്ങൾ കാതുകൊണ്ട് ശ്രവിച്ചതും ഞങ്ങൾ കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പൊ ചർച്ചിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പം ഈ ഭാഗം ദൈവത്തിന്റെ കൃപയാൽ എബ്രായ ലേഖനത്തിൽ വന്നു. ഇത് വന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ എബ്രായ ലേഖനത്തിൽ ഈ ഭാഗം ഇല്ലായിരുന്നു വെക്കുക. ഞാനിപ്പോ നിന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയാണ്, നമ്മൾ നീതിമാന്മാരായ ആത്മാക്കളുടെ അടുത്ത് നമ്മൾ ആരാധിക്കാൻ നിൽക്കുമ്പം അവിടെ നീതിമാന്മാരുടെ മുഴുവൻ ആത്മാക്കളുണ്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇപ്പൊ പോടാന്ന് പറയും. ബൈബിളിലുണ്ടോ? ഇപ്പൊ യൂദായുടെ ലേഖനത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, മോശയുടെ ശരീരത്തെ സംബന്ധിച്ച് സാത്താൻ തർക്കം ഉന്നയിച്ചു. അപ്പോൾ മിഖായേൽ വന്നു. വായിച്ചിട്ടില്ലേ യൂദായുടെ ലേഖനം? അതായത് വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പ് കണ്ടു കാണത്തില്ലല്ലേ, ഒരു അധ്യായം ഉള്ളൂ, ചെറുതാ. അപ്പൊ അത് വായിക്കണം. അതിനകത്ത് വായിക്കും അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം യൂദായുടെ ലേഖനത്തിൽ ഇല്ലായിരുന്നു വെക്കുക. ഞാൻ ഇവിടെ നിന്നിട്ട് പറയാണ്, മോശയുടെ ശരീരത്തിന് അവകാശം പറഞ്ഞ് പിശാച് വന്നായിരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ പറയോ ഇയാൾ ദുരുപദേശ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സഭയ്ക്കറിയാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ അമ്മ മറിയ, ആ മറിയ എന്ന് പറഞ്ഞാൽ യുയാക്കീമിന്റെ അന്നായുടെ മകളാണ്. ബൈബിളിലില്ല. എന്ന് പറഞ്ഞാൽ മറിയയുടെ മാതാപിതാക്കൾ ആരാണെന്നും അവരുടെ പേരെന്താണെന്നും ഏത് ഗോത്രത്തിലാണെന്നും എല്ലാം സഭയ്ക്കറിയാം. അതുകൊണ്ട് ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. പക്ഷെ നിർഭാഗ്യവശാൽ സായിപ്പുമാർക്ക് അത് അറിയത്തില്ല, അവർക്കതുമായിട്ട് ബന്ധമില്ല. ഇത് ഈസ്റ്റേൺ ചർച്ചിലാണ് ഇതെല്ലാം അറിയാവുന്നത്. ഇത് ഈസ്റ്റിലുണ്ടായ സംഭവമാണ്. വെസ്റ്റേണേഴ്സ് വന്നത് പഠിപ്പിക്കാൻ നോക്കിയാൽ അത് അങ്ങനെ ഇരിക്കും.
ഇപ്പൊ സായിപ്പ് വന്ന് നിലമ്പൂരങ്ങാടിയിൽ പൊറോട്ട അടിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നിലമ്പൂരങ്ങാടിയിലുള്ളവന് പൊറോട്ട അടിക്കാൻ അറിയാമല്ലോ. അവൻ വേണ ഒരു പൊറോട്ട സാഹിബിന്റെ മോന്തയ്ക്ക് അടിച്ചു വിടും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുണ്ട് യോബുസുഗിരിയിൽ ദാവീദ് യാഗം നടത്തി. യോബുസുഗിരിയിൽ ദാവീദ് യാഗം നടത്തിയാൽ ബൈബിളിൽ മുഴുവൻ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ സുറിയാനി സഭയ്ക്ക് അറിയാം യോബുസുഗിരിയിൽ ദാവീദ് യാഗം നടത്തി. ആ യാഗത്തിന് പ്രത്യേകതയുണ്ട്. ആ യാഗം ദൈവം സ്വീകരിച്ചത് അത് പിന്നെ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് മാത്രം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഏതായാലും ഈ ഭാഗം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെടിപ്പായിട്ട് പറയാൻ പോവാ. നിങ്ങൾ കേട്ടോ, ഒന്നുകിൽ നിങ്ങൾ എബ്രാഹിം കീറിക്കളയുക, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുക. നമ്മളെന്നല്ല ഒറിജിനൽ സഭ. നിങ്ങൾ വരുന്ന വാദിക്കുന്നത് വല്ല പട്ടിക്കുറുക്കനുമായിരിക്കും വരുന്നത്. ഒറിജിനൽ ആരാധനയാണെങ്കിൽ അവിടെ നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കൾ കാണും. നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കൾ. പിന്നെ അടുത്ത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ, ദ ചർച്ച് ഓഫ് ഫസ്റ്റ് ബോൺ, രക്തസാക്ഷികൾ. ലോകം താതർ സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വത് നന്നേറ്റം എന്ന് ഓർത്തഡോക്സുകാർ പാടും. 13-ാം അധ്യായത്തിൽ വരുമ്പോ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. തൊട്ട് താഴെ പറയുക. ഈ അധ്യായമൊക്കെ പിന്നെ വന്ന 12 ഇങ്ങനെ പറഞ്ഞു, 13 ഇങ്ങനെ പറഞ്ഞു, ഒന്നിച്ചാണ് എഴുതപ്പെട്ടത്. ലേറ്റർ പോയിന്റിലാണ് അധ്യായം തിരിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾ വായിക്കുന്നത് തൊട്ടുമോളിൽ പറയാണ്. കാരണം എന്നാണെന്നറിയാവോ? വിശ്വസ്തരാണെങ്കിൽ സകല ആരാധനയിലും അവരുടെ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. ആ കാഴ്ച ഭയങ്കരമാണ്. സിയോൻ പർവ്വതം നിങ്ങൾ ഭാവനയിൽ അത് കണ്ടേ, നിങ്ങളുടെ കണ്ണ് തുറന്ന് അങ്ങനെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കത് കാണാൻ കഴിയും. സിയോൻ പർവ്വതവും 1000 ദൂതന്മാരും ആദിജാതന്മാരുടെ സർവ്വസഭയും നീതിമാന്മാരുടെ ആത്മാക്കളും യേശു തമ്പുരാനും യേശുവിന്റെ രക്തം ഇങ്ങനെ ഒഴുകി വന്ന് നമ്മളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വഴിയും ഇതെല്ലാം കൂടെ അങ്ങ് വെളിപ്പെടുകയാണ്. അവിടെ നിന്നാണ് പുതിയ നിയമസഭ ആരാധിക്കുന്നത്. ഇതാ സ്വർഗീയ ആരാധന. അതാണ് റിയൽ വർഷിപ്പ്. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ ഏതോ സായിപ്പ് പിച്ചും പേയും പറയുന്നത് അതും കേട്ടോണ്ട് നമ്മളൊരു റൊട്ടിയായിട്ട് പോവുക. ഇത് ഓർമ്മയാണെന്നും അത് ഇതാണെന്നും എല്ലാം ഓർമ്മയാണെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അപ്പോൾ എടുത്തു കൊടുത്ത് പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി. ഓരിടത്തും കർത്താവ് പറഞ്ഞില്ല ഇത് ഓർമ്മയാണ്. നിങ്ങളുടെ ബൈബിൾ തിരിച്ചും മറിച്ചും ഹരിച്ചും കുടിച്ചും നിങ്ങളൊന്ന് വായിക്കേ. അങ്ങനെ ഉണ്ട്, എന്നെ അറിയിക്കേ. ഏറോദാ പറഞ്ഞാൽ എനിക്കും പോയി അവനെ ഒന്ന് വണങ്ങണം, എന്നെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കാണുകയാണ്, എന്നെ അറിയിക്കേ. ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഇത് വായിച്ചു നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളും ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സും എല്ലാം വായിച്ചു നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. സഭ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സഭ എന്ന് പറയുന്നത് ആദ്യത്തെ 1500 കൊല്ലത്തെ കാര്യമാണ്, പിന്നത്തെ അല്ല. അപ്പൊ അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇത് ഓർമ്മയാണ്, റൊട്ടി കൊണ്ട് ഓർമ്മ വെച്ച്. നോ വേ, ദിസ് ഇസ് മൈ ബോഡി. അപ്പൊ ഇതാ ഇത്രയും സംഭവം ഇങ്ങോട്ട് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ സിയോൻ പർവ്വതവും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമും 1000 ദൂതന്മാരുടെ സർവ്വസംഘവും സ്വർഗത്തിൽ പേരെഴുതിക്കുന്ന ആദിജാതന്മാരുടെ സഭയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു കർത്താവും ആബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തവും ന്യായാധിപതിയായ ദൈവവും കൂടെ എഴുന്നള്ളി അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് ആരാണ്? അപ്പൊ നമ്മൾ തൃത്വത്തിൽ 2 പേരെ കണ്ട ആ കൂട്ടത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് തൃത്വത്തിൽ 2 പേരുണ്ട്. അതായത് ന്യായാധിപതിയായ ദൈവവും യേശുവുമുണ്ട്. പരിശുദ്ധാത്മാവിനെ കാണുന്നില്ലുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മിലാണ്, വർഷിപ്പ് ചെയ്യുന്നവരുടെ കൂടെയാണ്, നമ്മുടെ കൂടെയാണ്, നമ്മുടെ ടീമിലാണ് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. അവിടെയാണ് ട്രിനിറ്റി സംയോജിക്കുകയാണ്.
ഒരു ക്രിസ്ത്യൻ വർഷിപ്പ് എന്ന് പറയുമ്പോൾ അതാണ്. അതായത് പിതാവ് പുത്രനോട് ഇറങ്ങി വരികയാണ്. സ്വർഗീയ യെരൂശലേമും സിയോൻ പർവ്വതവും സകലവുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുമ്പോൾ വി കം വിത്ത് ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിൽ നമ്മൾ അങ്ങോട്ട് നിന്ന് വർഷിപ്പ് ചെയ്യുമ്പോൾ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നായി തീരുമ്പോൾ നമ്മളും അതിൽ ഒന്നായി തീരുകയാണ്. ഇതാണ് ക്രിസ്ത്യൻ വർഷിപ്പ്. നിങ്ങൾ നോക്ക് എത്ര ഭയങ്കരമായ കാഴ്ചയാണെന്ന്. ഇന്ന് ഇരുന്നിട്ട് 1000 പ്രാവശ്യം ഒരൊറ്റ കണ്ണിക വായിക്കും. അകത്തട്ടങ്ങ് കയറട്ടെ, അകത്തട്ടങ്ങോട്ട് കയറട്ടെ. എന്നിട്ട് ഈ സായിപ്പിന്റെ ചരക്കെല്ലാം പുറത്തു പോട്ടെ. സായിപ്പ് കൊണ്ടുവന്ന ആ വേസ്റ്റ് എല്ലാം എടുത്ത് പുറത്ത് കള. ഈസ്റ്റാന്റെ ചർച്ച് ഈസ്റ്റിന്റെ ഡോക്ടറിനാണ് എടുക്കേണ്ടത്, അല്ല വെസ്റ്റിന്റെ അല്ല. വെസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. നിനക്കെന്ത് കാര്യം ഇത് പറയാൻ? നിങ്ങൾ ആ കാര്യത്തിൽ മുസ്ലിങ്ങളെ കണ്ടുപഠിക്കണം. മുസ്ലിങ്ങളുടെ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതാൻ ഈ സാഹിബിനെ അവർ സമ്മതിക്കും. കുറെയൊക്കെ എഴുതി നോക്കുന്നുണ്ട്, ഒന്നും വിജയിക്കുന്നില്ല. ഇവന് കാശുണ്ടാക്കാനാ. ഈ ബൈബിളിന് വ്യാഖ്യാനം എഴുതി സായിപ്പുമാരുണ്ടാക്കി എത്ര കോടിയാണെന്നറിയോ? കോടാനുകോടിയല്ല, ബില്യൺ കണക്കിന് ഡോളറാണ് ഉണ്ടാക്കി. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെയും കുറെ കാശ് പോയത് കേട്ടോ. ഹ്യൂമാനിറ്റി ഇതെല്ലാം കൂടെ മേടിച്ച് വായിച്ച് ഇവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരെ കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് നിങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് ഇത് മേടിച്ചിട്ട് പിന്നെ നമ്മളെ തീറ്റാൻ വരിക. അതുകൊണ്ട് ഈസ്റ്റിൻ്റെതാണിത്. സ്ക്രിപ്ചറൊക്കെ ഈസ്റ്റിൻ്റെതാണ്, ചർച്ച് ഈസ്റ്റിൻ്റെതാണ്, ഫെയ്ത്ത് ഈസ്റ്റിൻ്റെതാണ്. അതുകൊണ്ട് ഈസ്റ്റ് പറയുന്നതാണ് ശരി, നമ്മളതാണ് വിശ്വസിക്കേണ്ടത്. സോ നമുക്കിതറിയാം. ഇത്രയും സംഭവമാണ്. ഇപ്പൊ ഇത്രയും ആഘോഷമായിട്ട് ഇത് വന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഈ മല വന്നിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഈ ദൂതന്മാരും ഈ ആത്മാക്കളും ഈ രക്തവും ഈ ദൈവവും ഈ യേശുവും ഇതെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് ഇറങ്ങി പ്രസന്റ് ആയിട്ട് നിൽക്കുമ്പം അവിടെ നിന്നിട്ടാണ് ഈ അപ്പം എടുത്ത് മുറിക്കുന്നത്. ഈ അപ്പം എടുത്ത് മുറിക്കുമ്പോൾ എന്താണ് മുറിക്കുന്നത്? ദിസ് ഈസ് മൈ ബോഡി. അപ്പൊ ഇത്രയും സംഭവം കൊണ്ടുവരുന്നത് അതിനെ ആ കർത്താവിനെ നിരാശപ്പെടുത്തുകയാണ്, ഡിസപ്പോയിന്റ് ചെയ്യിക്കുകയാണ്. ഇത് നമ്മുടെ കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മള് ചാക്കോച്ചന്റെ ഓർമ്മയിൽ നിന്ന് കൊണ്ടുവന്ന റൊട്ടിയാണ്. ഓടിക്കോടാ നീ കണ്ടം വഴി ഓട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത്രയും അതപ്പൊതിച്ചു പോയി. ഈസ്റ്റിന്റെ മക്കളാണ് നമ്മൾ. നമുക്ക് ആ ഒറിജിനൽ പാരമ്പര്യമുണ്ട്. ഇത് ഈസ്റ്റിലുണ്ടായതും ഈസ്റ്റിന്റെ ചർച്ചും ഈസ്റ്റിന്റെ ഫെയ്ത്തും ഈസ്റ്റിന്റെ ഡോക്ടറിനുമാണ്. നമ്മൾ ഒരിക്കലും വെസ്റ്റിൽ നിന്ന് വന്ന സായിപ്പ് പറയുന്നത് കേട്ടല്ല വിശ്വസിക്കേണ്ടത്. സോ നിങ്ങളത് എടുത്ത് ദൂരക്കണം. സായിപ്പ് ഉണ്ട്, ഇവനെല്ലാം ദുരാത്മാവ് പിടിച്ചിരിക്കുന്നതാണ്. അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ ട്രൂ ഫെയ്ത്തിലേക്കും ട്രൂ ചർച്ചിലേക്കും ട്രൂ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും വരിക. മിസ്റ്റിക് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. മേ ഗോഡ് ബ്ലസ് യു. ഒരു വീക്കെൻഡാണ്. ഈ വീക്കെൻഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.